ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ. വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസതുദരം കാഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ
परपुरुष तदैकादशी नामवर्णाः एतान्यष्टाप्ययत्नान्यैकलिसमये त्वल्प्रसादप्रवृद्ध्या क्षिप्रं मुक्तिप्रदानीत्यभिददुर्षयः तेषु मां सज्जयेदाः पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वादालयेशमनिशं हृदि भावयामि। व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेदि तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। ॐ श्रीकृष्ण परमात्मने नमः। ॐ नमो भगवते वासुदेवाय। ॐ नमो नारायणाय। ॐ नमः परमऋषिभ्यो नमः परमऋषिभ्यः। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണീയ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 41-ാം ദിവസമാണ് തോന്നുന്നു. 41-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പ. നാരായണ. 15-ാം ദശകം പാരായണം ചെയ്യാം. എന്നിട്ട് നമുക്ക് കാണാം. കപിലോപദേശം എന്ന ആ ദശകമാണ് ഇപ്പം നമ്മൾ വായിക്കുന്നത്. ഓം മതിരിഹ ഗുണസക്താ ബന്ധകൃത്തേഷ്വസക്താ ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ പ്രകൃതിമഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അപി ഹൃദഭിദശാക്ഷി പൂരുഷഃ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യാ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ പ്രകൃതിഗതഗുണൗകൈർനാജ്യത്തെ പൂരുഷോയം യദി തു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ
മമ ഗുണഗണലീലാകർണനൈഃ കീർത്തനാദ്യൈഃ മയി സുരസരിതോഗപ്രജ്ഞചിത്താനുവൃത്തിഃ ഭവതി പരമഭക്തിഃ സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ അഹഹ ബഹുളഹിംസാ സഞ്ചിതാർത്തൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശതി ഹി ഗൃഹസക്തോ യാതനാമയ്യഭക്തഃ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ യുവതി ജഡരകിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധ പീഡയോല്ലംഘ്യ ബാല്യം പുനരപി ബദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥഃ സ ച നിപതതി കാലേ ദക്ഷിണാദ്വോപഗാമി മയി നിഹിതമകാമം കർമ്മ തൂതക്പദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഃ ഇതി സുവിദിതവേദ്യാം ദേവഹേ ദേവഹൂതിം കൃതനുതിമനുഗൃഹ്യ ത്വം ഗതോ യോഗിസംഗൈഃ വിമലമതിരധാസൗ ഭക്തിയോഗേന മുക്താ ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദിച്യാം പരമകിമു ബഹുക്ത്യാ ത്വത്പദംബോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിദൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദൽ സ്വഭക്തിം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദൽ സ്വഭക്തിം ഗുരുപവനപുരേശ ത്വയ്യുപാദൽ സ്വഭക്തിം. ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നാരായണ. അപ്പോൾ കർദമ പ്രജാപതിയുടെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ദേവഹൂതി ദേവിയുടെ ചരിത്രവും കഴിഞ്ഞ അധ്യായത്തിൽ വർണ്ണിച്ചതിന് ശേഷം ആ ദേവഹൂതി ദേവിക്കായിക്കൊണ്ട് അവരുടെ തന്നെ പുത്രനായി അവതരിച്ച ഭഗവാൻ നാരായണൻ കപിലൻ എന്ന പേരിൽ അവതരിച്ചുല്ലോ. ആ കപില ഭഗവാൻ അമ്മയ്ക്ക് ഏകാന്തത്തിൽ കൊടുത്തതായിട്ടുള്ള ഉപദേശമാണ് കപിലോപദേശം എന്ന് പ്രശസ്തമായിരിക്കുന്നത്. കപില ഗീത എന്നും അതിനെ വിളിക്കും. അപ്പോൾ ആ കപില ഗീത അല്ലെങ്കിൽ കപിലോപദേശം ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 25 മുതൽ 33 വരെയുള്ളതായിട്ടുള്ള 9 അധ്യായങ്ങളിലാണ്. അതിൽ അവസാനത്തെ അധ്യായത്തിൽ ദേവഹൂതിയുടെ ഗതിയെ വർണ്ണിക്കുകയാണ്. 8 അധ്യായങ്ങളിലാണ് ഉപദേശം സംഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മേൽപ്പത്തൂരും ഓരോ അധ്യായങ്ങൾക്ക് ഓരോ ശ്ലോകം. അങ്ങനെ 9 അധ്യായങ്ങളെ കൊണ്ട് ആ കപിലോപദേശത്തെ മുഴുവൻ വളരെ മനോഹരമായി കൃതഹസ്തനായ മേൽപ്പത്തൂർ നല്ല കയ്യൊതുക്കം ഉള്ള എന്താ പറയുക കവന പണ്ഡിതനായ ആ അദ്ദേഹത്തിൻ്റെ എല്ലാ എന്താ പറയുക ശക്തിയും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അതിഗഹനമായിട്ടുള്ള
ആ കപിലോപദേശത്തെ ചുരുക്കി തന്നിട്ടുണ്ട് നമുക്ക്. അതാണ് നമ്മൾ കാണുന്നത്. 10ാമത്തെ ശ്ലോകം മേൽപ്പത്തൂരിൻ്റെ സ്വന്തം പ്രാർത്ഥനയാണ് ഗുരുവായൂരപ്പനോട്. അപ്പോൾ 9 ശ്ലോകങ്ങളെ കൊണ്ട് 9 അധ്യായങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്നു. ഈ 1ാമത്തെ ശ്ലോകം കപിലോപദേശത്തിലെ 1ാമത്തെ അധ്യായമായ 25-ാം അധ്യായം, തൃതീയ സ്കന്ധത്തിലെ 25-ാം അധ്യായമാണ്. അതിൻ്റെ പശ്ചാത്തലമെല്ലാം നമ്മൾ ഇന്നലെ ഭാഗവതത്തിൽ നിന്ന് തന്നെ കണ്ടു. ദേവഹൂതി ദേവി ഭഗവാനെ, പുത്രനെ, കപിലനെ ഏകാന്തത്തിൽ സമീപിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ വിഷമം അവതരിപ്പിക്കുന്ന നിർവിണ്ണാ നിതരാം ഭൂമൻ അസദിന്ദ്രിയ തർഷണാത് ഏന സംഭാവ്യമാനേന പ്രപന്ന അന്തന്തമ പ്രഭോ. ഈ അസത്തുക്കളായ ഇന്ദ്രിയങ്ങളുടെ തൃഷ്ണഹേതുവായിട്ട് ആ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി എനിക്ക് മതിയായി, എനിക്ക് വയ്യാതെയായി, എനിക്ക് മതിയായിട്ടും പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് ഇനിയും മതിയായിട്ടില്ല, അവർ ഇനിയും കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് പാരം കാണാൻ പറ്റാത്തതായിട്ടുള്ള സാഗരം ആയിട്ടുള്ള സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുവാനായി എനിക്ക് ലഭിച്ച ഒരു നല്ല കണ്ണുള്ള ഒരാളാണ് അങ്ങ്. ഞങ്ങളൊക്കെ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നവരാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് കരകയറ്റാനുള്ളതായിട്ടുള്ള നല്ലോണം കണ്ണു കാണുന്ന ഒരു ഗുരുവാണ് അങ്ങ്. സൂര്യനെ പോലെ അന്ധകാരത്തിൽ രാത്രിയിൽ ഭയപ്പെട്ട് കിടന്നിരുന്നതായിട്ടുള്ള ജനങ്ങളെ മുഴുവൻ എങ്ങനെയാണോ സൂര്യൻ ഉദിച്ച് അവരെ പകൽ വെളിച്ചത്തിൽ സ്വസ്ഥരായി അവരവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നത്, അതുപോലെയുള്ളതായിട്ടുള്ള സൂര്യതുല്യനാണ് അങ്ങ്. അതുകൊണ്ട് എനിക്ക് വന്നിട്ടുള്ള ഈ മൂഢതയെ അങ്ങ് നീക്കിത്തരണം. എൻ്റെ ഈ ശരീരത്തിലുള്ള അഹം എന്ന മാനവും ഇതിനോട് ബന്ധപ്പെട്ടതിലൊക്കെ എൻ്റേതെന്നുള്ളതായിട്ടുള്ള ഭാവവും, ഇത് രണ്ടും അങ്ങയുടെ മായ കൊണ്ട് തന്നെ യോജിപ്പിക്കപ്പെട്ടതാണ്. അപ്പം അതിൽ നിന്ന് എന്നെ മുക്തയാക്കണം. അങ്ങേതാ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു. അങ്ങ് സ്വഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ സംസാര വൃക്ഷത്തിൻ്റെ വേരറുക്കുന്ന മഴു പോലെയുള്ള ആളാണ്. സ്വഭൃത്യ സംസാരതരോ കുടാരം. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ എൻ്റെ പ്രകൃതിയെയും പുരുഷനെയും കുറിച്ചിട്ടുള്ള ജിജ്ഞാസ കൊണ്ട് രണ്ടിൻ്റെയും തത്വമറിയാൻ വേണ്ടി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കണു. സദ്ധർമ്മം അറിയുന്നവരിൽ ശ്രേഷ്ഠനായ അങ്ങയെ ഞാനിതാ നമിക്കുന്നു. ഇങ്ങനെ അമ്മയുടെ വാക്കുകൾ യാതൊരു ദോഷവുമില്ലാത്ത അത്യുത്തമങ്ങളായ വാക്കുകളെ കേട്ട് ലോകത്തിനും അത് മോക്ഷകാരണമാകുമെന്ന് കരുതിക്കൊണ്ട് അതിനെ ബുദ്ധി കൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ആ സജ്ജനങ്ങൾക്കെല്ലാം ആശ്രയഭൂതനായ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഭാഗവതം പറഞ്ഞത്. അങ്ങനെ ഭഗവാൻ മറുപടി പറഞ്ഞു. ശ്രീ ഭഗവാനുവാച യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായ മേ അത്യന്തോ ഭരതിർയത്ര ദുഃഖസ്യ ച സുഖസ്യ ച. അപ്പോൾ പുംസാം നിശ്രേയസായ ആധ്യാത്മിക യോഗ മേ മതഃ. മനുഷ്യന്മാർക്ക് പരമശ്രേയസിനായിക്കൊണ്ട് ആത്മാവുമായിട്ടുള്ള ഐക്യം, ചേർച്ച, യോഗം, അതാണ് ഏറ്റവും ഉത്തമമെന്നാണ് എൻ്റെ അഭിപ്രായം. മേ മതഃ. അപ്പം അവനവനോട് ചേരണം. ഇന്ന് അവനവനിൽ നിന്ന് വളരെ ദൂരേക്ക് മാറിയിരിക്കുകയാണ്. ലോകത്തിലുള്ള സർവ്വ വിഷയങ്ങളിലും ഭ്രമം വെച്ചുകൊണ്ട്, എല്ലാറ്റിലും സത്യത്വ ബുദ്ധി വെച്ചുകൊണ്ട് അങ്ങനെ താൻ തന്നിൽ നിന്ന് അകന്ന് ലോകവസ്തുക്കളിലിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിന്ന് ലോക വിഷയങ്ങളിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആത്മസ്വരൂപനായ ഭഗവാനിലേക്ക് ആ മനസ്സിനെ ഉറപ്പിക്കണം. അതിൻ്റെ പേരാണ് ആധ്യാത്മിക യോഗം എന്ന്. ആത്മാവിൽ ഉറച്ച സ്ഥിതി, ആ സ്വരൂപത്തിലേക്ക് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് അറ്റ് ഹോം എന്ന് പറയുന്ന ആ സ്വസ്ഥത. സ്വസ്ഥി എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്വസ്ഥി, സ്വസ്മിൻ സ്ഥിതി, അവനവനിലുള്ള ഇരിപ്പ്. വേറെ പുറത്തിരുന്നാൽ, വേറെ വിഷയങ്ങളിലിരുന്നാൽ നമ്മൾ അസ്വസ്ഥരാണ്. വേറെ എന്തിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇരിക്കണതെങ്കിൽ നമുക്കൊരിക്കലും സ്വൈരമില്ല. നമ്മുടെ സുഖം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് നമ്മളെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്, വേറൊരാളെ ആശ്രയിച്ചിട്ടല്ല. അങ്ങനെ നമ്മൾ സുഖത്തിന് വേണ്ടി വേറൊരാളെ ആശ്രയിക്കുമ്പോൾ നമ്മൾ പരാധീനരായി,
അവശരായി, അസ്വതന്ത്രരായി, അസ്വസ്ഥരായി. നമ്മൾ സ്വസ്ഥരാവണമെങ്കിൽ നമ്മൾ സ്വതന്ത്രരാവണം, സ്വന്തം കാലിൽ നിൽക്കാറാവണം. അതിന് സ്വന്തം കാലിൻ്റെ വലിപ്പം അറിയണം, ബലം അറിയണം. അങ്ങനെ സ്വന്തം കാലിൽ അഥവാ സ്വസ്വരൂപത്തിലിരിക്കുന്ന ഇരിപ്പാണ് ആധ്യാത്മിക യോഗം എന്നിവിടെ പദം കൊണ്ട് പ്രയോഗിച്ചത്. അപ്പോൾ അതാണ് അത്യന്ത ഉപരതിഹി എത്ര ദുഃഖസ്യച്ച സുഖസ്യച്ച. എത്ര യസ്മിൻ അവസ്ഥായ, ഏതൊരു അവസ്ഥയിൽ ആ ആധ്യാത്മിക യോഗം എന്നുള്ളതായിട്ടുള്ള ആ പദവിയിലിരിക്കുമ്പോൾ, ആത്മാവുമായി ചേർന്നിരിക്കുമ്പോൾ അവിടെ എന്തില്ല? സുഖവുമില്ല, ദുഃഖവുമില്ല. അവിടെ ഉള്ളത് ആനന്ദം മാത്രം. സുഖത്തിൻ്റെ എത്രയോ അപ്പുറത്താണ് ആനന്ദം എന്നുള്ളതായിട്ടുള്ള കാര്യം. യാതൊരു വസ്തുക്കളെയും ആശ്രയിക്കാതെ ഉണ്ടാകുന്ന നിരപേക്ഷമായ സുഖത്തിൻ്റെ പേരാണ് ആനന്ദം. മറ്റേ സുഖമെന്ന് നമ്മൾ സാധാരണ പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു അനുകൂല ഭാവമാണ്. അതിനെയാണ് നമ്മളിന്ന് സുഖമെന്ന് നിർവചിച്ചിരിക്കുന്നത്. സുഖം എന്നാൽ നമുക്ക് ഒറ്റ നിർവചനമേ നമ്മളിപ്പോൾ കരുതാറുള്ളൂ. ഖം എന്നാൽ ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങൾക്ക് സുഷ്ടുവായത്. അപ്പോൾ ദാറ്റ് വിച്ച് ഈസ് പ്ലീസിങ് ടു ദ സെൻസസ്, സെൻസ് പ്ലഷേഴ്സ്, അതാണ് നമുക്കിന്ന് സുഖമായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത്. ആ സെൻഷ്വൽ പ്ലഷേഴ്സ്, ഇന്ദ്രിയങ്ങൾക്ക് പ്ലീസിങ് ആയിരിക്കുന്നത്, പ്ലഷർ കൊടുക്കുന്നത്, അത് സുഖം, ഖമ്മിന് സുഖമായത്, ഖമ്മിന് സുഷ്ടുവായത്, ഇന്ദ്രിയങ്ങൾക്ക് പ്രീതി നൽകുന്നത്, അതിനെ മാത്രം നമ്മൾ സുഖമെന്ന് ഇന്ന് പട്ടികയിട്ട് വെച്ചിരിക്കുകയാണ്, പരിമിതപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സുഖമെന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം പോലും അറിയാതെ ഇന്ദ്രിയങ്ങൾക്ക് സുഖമായതൊക്കെ സുഖമെന്ന് കരുതി. വാസ്തവത്തിൽ നമ്മുടെ വലുപ്പം അറിയുമ്പോഴുള്ള ഒരു സുഖമുണ്ട്. ആ സുഖത്തോളം വരില്ല ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖവും. ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സുഖങ്ങളെല്ലാം പരിമിതമാണ്. ആ ഇന്ദ്രിയങ്ങളുമായി ആ വിഷയത്തിന് ഉണ്ടാകുന്ന ഏതാനും സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് ആ പ്ലഷർ എന്നുള്ളത്. അത് ഏത് ഇന്ദ്രിയങ്ങളാണെങ്കിലും ശരി, നമ്മുടെ കണ്ണിന് ഏതെങ്കിലും കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ ആ കണ്ണും ആ വസ്തുവുമായിട്ട് ഒരു കോണ്ടാക്റ്റിലുണ്ടാവുന്ന ഏതാനും സെക്കൻഡുകളുണ്ട്. ആ ഒരു സുഖം, അപ്പോൾ കിട്ടുന്ന ആ പ്ലഷർ, അത് എത്ര നേരത്തേക്ക് നിൽക്കും? ഒരേ വസ്തുവിനെ തന്നെ നിരന്തരം നോക്കിയിരുന്നാൽ ആ സുഖം പോകും. ഒരേ വസ്തുവിനെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതാണ്, എത്രയോ കാലമായി ആഗ്രഹിച്ച വസ്തുവാണെങ്കിലും എന്നാൽ പിന്നെ അതിനെ തന്നെ നോക്കിയിരുന്നാൽ സുഖം കൂടണ്ടേ? നിങ്ങൾ ആഗ്രഹിച്ചതല്ലേ, ചിരകാലം ആഗ്രഹിച്ച വസ്തുവല്ലേ, അത് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാന്താവും. ആദ്യം ബോറടിക്കും, പിന്നെ പ്രാന്താവും. ഇതാണ് ലോകത്തിലെ ഏത് വിഷയവും. അതുപോലെയാണ് ചെവികൾക്കും നാവിനും. നമുക്കിഷ്ടമുള്ളതായിട്ടുള്ള പദാർത്ഥം നമ്മൾ കൊതിച്ച് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ആ ഒരു സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു രുചി നാവിന്. അത് കഴിഞ്ഞ് അത് നാവിൽ നിന്ന് ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അതേ സാധനം, നമുക്ക് ഇഷ്ടമായിട്ടുള്ള സാധനം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് നമ്മൾ കുറേ നേരം കഴിച്ചുകൊണ്ടിരുന്നാൽ അതിൽ നമുക്ക് വെറുപ്പുണ്ടാവും. അത് തന്നെ മതിയായി എന്നാവും, നമുക്ക് വെറുക്കും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അതൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഏത് വിഷയങ്ങളാണെങ്കിലും ശരി, അല്പനേരത്തേക്ക് മാത്രമേ അതിൻ്റെ സാന്നിധ്യം കൊണ്ട് അതാത് ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ദുഃഖമായിട്ട് മാറും, ഭാരമായി മാറും, മതിയായി എന്ന് പറയും നമ്മൾ. കാണാനുള്ളത് കണ്ടു കഴിഞ്ഞാൽ മതി, കേൾക്കാനുള്ളത് കേട്ട് കഴിഞ്ഞാൽ മതി. ഇനിയും പുതിയത് കാണണം എന്നാണ് പിന്നെയും നമ്മുടെ കണ്ണ് കൊതിക്കുന്നത്. അല്ല, പഴയത് കണ്ടത്, ഇത്രയും നേരം കാണാൻ കൊതിച്ചത് കണ്ണിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ എന്നാൽ പിന്നെ മതി, ഞാൻ കാണാനുള്ളത് കണ്ടു, ഇനി എനിക്കൊന്നും കാണാനില്ല എന്ന് പറയാറുണ്ടോ ആരെങ്കിലും? നമ്മുടെ കണ്ണിൻ്റെ കൊതി കൂടുന്നുണ്ട്. എന്തിന്? ഈ കണ്ടതിനെ കണ്ടോണ്ടിരിക്കാനല്ല, പുതിയത് കാണാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് 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 എന്ന് പറഞ്ഞിങ്ങനെ കണ്ണ് പോയിക്കൊണ്ടേയിരിക്കുക.
ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിരകാലം കാണാൻ കൊതിച്ചത് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഇരിക്കുന്നു. അതിനെ ഒന്ന് നല്ലോണം കാണൂ, നല്ലോണം ആസ്വദിക്കൂ എന്ന് പറഞ്ഞാൽ മതിയായി. ഞാൻ അടുത്തത് നോക്കട്ടെ, അടുത്തത് നോക്കട്ടെ, അടുത്തത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണ് അടുത്തതിനെ തെരഞ്ഞു പോവുകയാണ്. അപ്പം ഇതിൽ സ്ഥിരമായിട്ട് ഒട്ടി നിൽക്കുന്നില്ല. എന്താ കാരണം? അതിൽ സുഖമില്ലാത്തതുകൊണ്ട് തന്നെയാ. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. അതിൽ സുഖമില്ലാത്തതുകൊണ്ടാണ് കണ്ണിന് മതിയായത്. അവിടുന്ന് വിട്ടോളാൻ പറഞ്ഞത്, അടുത്തതിലേക്ക് പൊക്കോളാൻ പറഞ്ഞത്, മതിയായി എന്ന് പറഞ്ഞത് അതിൽ സുഖമില്ലാത്തത് കൊണ്ടാണ്. നാവിനെ കുറച്ച് രുചിച്ചു കഴിഞ്ഞപ്പോൾ മതിയാവുന്നത് അതിൽ സുഖമില്ലാത്തത് കൊണ്ടാണ്. കാതിന് ഏതെങ്കിലും കാര്യങ്ങൾ, സംഗീതമാണെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട സംഗീതമാണെങ്കിലും കുറച്ചു നേരം ഒരേത് തന്നെ കേട്ട് കഴിഞ്ഞാൽ മതിയാവും. അടുത്തത് അടുത്തത് അടുത്തത്, ഞാൻ മറ്റേ പാട്ട് കേൾക്കട്ടെ, മറിച്ച പാട്ട് കേൾക്കട്ടെ, അടുത്ത പാട്ട് കേൾക്കട്ടെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ പാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒന്നിൽ തന്നെ നിൽക്കാൻ തോന്നില്ല, ബോറടിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണിത്, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമാണിത്. അതുപോലെ വിഷയങ്ങളുടെ സ്വഭാവം അതുതന്നെയാണ്, നൈമിഷികമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ വ്യക്തമായി പറഞ്ഞത്, മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമ അപായിനോ അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം ഇതൊക്കെ മാറി മാറി നൽകുന്നതാണ് ഈ മാത്രാസ്പർശങ്ങൾ. മാത്രാസ്പർശങ്ങൾ എന്നാൽ തന്മാത്രാസ്പർശങ്ങൾ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 വിഷയങ്ങൾ, ഈ 5 വിഷയങ്ങൾ അത് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിനെ മാറി മാറി തന്നുകൊണ്ടിരിക്കും. അത് ശാശ്വതമായിട്ടൊന്നും തരില്ല. ആഗമ അപായിനഹ, അത് വരികയും പോവുകയും ചെയ്യുന്നത് അതിൻ്റെ സ്വഭാവമാണ്. ആഗമ അപായിനഹ അനിത്യാഹ, അവയുടെ സ്വഭാവം അനിത്യമാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ന തേഷു രമതേ ബുധഃ, ബുധഃ തേഷു ന രമതേ. ബുദ്ധിയുള്ളവരാരും അതിലൊന്നും കുടുങ്ങില്ല. ബുദ്ധിയുള്ളവരാരൊന്നും അങ്ങനെയുള്ള വിഷയങ്ങളിൽ രമിക്കുകയില്ല, അതിൽ രതി കാണുകയില്ല, അതിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കില്ല. ബുദ്ധിയുള്ളവരൊന്നും ഈ മാത്രാസ്പർശങ്ങളിൽ കുടുങ്ങുകയില്ല. ബുദ്ധിയുള്ളവർ അവരെ ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ മാത്രാസ്പർശങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കി, നിസ്സാരമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിരമിക്കുന്നു. എന്നിട്ട് എവിടെയാണ് സുഖമുള്ളത് എന്ന് കണ്ടെത്തുന്നു. അത് അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് സുഖസ്വരൂപം എന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ഇവിടെ ഇന്ദ്രിയ സുഖങ്ങളെയാണ് നമ്മൾ സാധാരണക്കാർ സുഖം എന്ന് കൺക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ആ സുഖത്തിനും ദുഃഖത്തിനും അപ്പുറത്താണ് ആനന്ദം. അത് അവിടെ സുഖദുഃഖങ്ങളുടെ സ്പർശമില്ല എന്ന് പറയും. അതാണ് അത്യന്ത ഉപരതിർയത്ര ദുഃഖസ്യ സുഖസ്യ. സുഖത്തിനും ദുഃഖത്തിനും ഉപരതി എവിടെയാണോ, രണ്ടിൻ്റെയും അപ്പുറത്തുള്ളതായിട്ടുള്ള അവസ്ഥയാണ് നിശ്രേയസം, ആനന്ദം. അതിനുള്ള വഴി യോഗ ആധ്യാത്മിക, ആത്മാവുമായിട്ടുള്ള ചർച്ചയാണമ്മേ. അവനവൻ്റെ ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിലിരിക്കുക. ആത്മാവിൽ നിന്ന് അകന്നു പോകുന്നതാണ് ദുഃഖകാരണം എന്ന് പറഞ്ഞ് അത് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം എന്നാണ് ഗീതയിൽ ഭാഗവത്തിൽ പറയുന്നത്. തമിമം തേ പ്രവക്ഷ്യാമി യമവോചം പുരാണഘേ ഋഷീണാം ശ്രോതുകാമാനാം യോഗം സർവാംഗ നൈപുണം. അമ്മേ അനഘേ എന്നാ വിളിച്ച. അനഘേ എന്ന് പറഞ്ഞാൽ പാപരഹിതേ നിഷ്കളങ്കേ, ശുദ്ധയായിരിക്കുന്നവളെ ദേവി. അമ്മ ഇപ്പോൾ ഇത് കേൾക്കാൻ യോഗ്യയായി കഴിഞ്ഞു. അമ്മയുടെ മനസ്സ് ശുദ്ധമായി, ശാന്തമായിരിക്കണു, അധികാരിയായിരിക്കണു. കേട്ടോളൂ. അനഘേ തമിമം തേ പ്രവക്ഷ്യാമി, അതിനെ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. ഏതിനെ? തമിമം എന്ന് പറഞ്ഞത് അധ്യാത്മയോഗ. ആ ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള യോഗത്തെക്കുറിച്ച് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം.
യം അവോചം പുരാ അനഘേ. ഏതൊന്നിനെ ഞാൻ പണ്ട് പറഞ്ഞു കൊടുത്തുവോ. ആർക്ക്? ഋഷീണാം ശ്രോതുകാമാനാം ഋഷീണാം, എന്നിൽ നിന്ന് ശ്രവണം ചെയ്യുവാൻ ആഗ്രഹിച്ച ഋഷികൾക്ക് ഞാൻ സർവാംഗ നൈപുണം യോഗം, എല്ലാ അംഗങ്ങളോടും കൂടി പൂർണ്ണമായിരിക്കുന്ന യോഗത്തെ, മോക്ഷപ്രാപ്തിക്ക് നിശ്രേയസത്തിന് നമ്മൾക്ക് യോഗ്യമാക്കി തീർക്കുന്ന നൈപുണ്യമായിട്ടുള്ള യോഗത്തെ ഞാൻ ഋഷിമാർക്ക് പറഞ്ഞു കൊടുത്തത് അമ്മയ്ക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഛേദക്കൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. ഛേദക്കൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. ഛേദഃ ഖലു അസ്യ ബന്ധായ, അസ്യ ഇവന്റെ, ഈ ജീവന്റെ, ബന്ധായ ബന്ധത്തിനായിക്കൊണ്ട് കാരണമാകുന്നത് എന്താണ്? ഛേദഃ ഖലു, ഛേദസ്സാകുന്നു, അവന്റെ മനസ്സാകുന്നു. അപ്പൊ മനസ്സാണ് ബന്ധകാരണം. മുക്തയേച്ച, മുക്തിക്കും മനസ്സാണ് കാരണം. വേറെ ചില ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. മനസ്സ് തന്നെയാണ് മനുഷ്യർക്ക് ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത്. ഇത് ആത്മനോ മതം, ഇതാണ് എൻ്റെ അഭിപ്രായം. മേ മതം. എങ്ങനെയുള്ള മനസ്സ് ബദ്ധകാരണമാകുന്നു? ഗുണേഷു സക്തം ബന്ധായ. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷയങ്ങൾ എന്നർത്ഥമാണ്. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളിൽ, ഗുണങ്ങളിൽ സക്തം മനഃ ബന്ധായ ഭവതി. ആ വിഷയങ്ങളുമായിട്ട് ഒട്ടിയിരിക്കുന്ന മനസ്സ്, അതിൽ ആസക്തിയുള്ള മനസ്സ് നമ്മൾക്ക് ദുഃഖകാരണമാകുന്നു, ബന്ധകാരണമാകുന്നു. രഥം വാ പുംസി മുക്തയേ. പുംസി എന്ന് പറഞ്ഞാൽ പുമാനിൽ, പുമാനിൽ എന്നാൽ പുരുഷനിൽ. വിച്ച് പുരുഷൻ? ഇവിടെ പുരുഷോത്തമനായ ഈശ്വരനിൽ. ആ പുരുഷോത്തമനായ ഈശ്വരനിൽ രഥമായ മനസ്സ്, രമിക്കുന്ന മനസ്സ്, മുക്തയേ, മുക്തയേ ഭവതി, മുക്തിക്കായിക്കൊണ്ട് ഭവിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇതൊരു മഹാമന്ത്രമായിട്ട് എല്ലാവരും കാണാതെ പഠിച്ച് ഉള്ളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. എന്തിനാച്ചാൽ ഓർമ്മ വയ്ക്കാൻ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇത് ഓർമ്മ വേണം. നമ്മുടെ മനസ്സാണ് നമ്മുടെ ബന്ധത്തിനും മുക്തിക്കും കാരണം. അത് ഏത് പ്രകാരം? വിഷയങ്ങളിൽ ആസക്തമായ മനസ്സ് നമുക്ക് ബന്ധകാരണമാകുന്നു, ദുഃഖകാരണമാകുന്നു, നമ്മളെ അസ്വസ്ഥമാക്കുന്നു. ഭഗവാനിൽ രമിക്കുന്ന മനസ്സ്, പുരുഷനിൽ രമിക്കുന്ന മനസ്സ്, ഈശ്വരനിൽ രമിക്കുന്ന, ആത്മതത്വത്തിൽ രമിക്കുന്ന മനസ്സ് മുക്തിക്ക് കാരണമാകുന്നു. അപ്പോൾ മനസ്സാണ് ബന്ധനത്തിനും മുക്തിക്കും കാരണമാകുന്നത്. മനസ്സ് ശുദ്ധമായാൽ നമ്മൾ സ്വസ്ഥരായി, നമ്മൾ മുക്തരായി. മനസ്സ് മലിനമായാൽ നമുക്ക് ദുഃഖമായി. അതാണ് അടുത്ത ശ്ലോകം ഭാഗവതം പറയുന്നത്. അഹം മമാഭിമാനോത്തൈഹി കാമലോപാദിഭിർമലൈഹി വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. അഹം മമ അഭിമാനോത്തൈഹി, അഹം മമ എന്നുള്ള അഭിമാനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതായ കാമ ലോഭ ആദിഭിർമലൈഹി, കാമം ലോഭം മുതലായ മലങ്ങളെ കൊണ്ട്, വീതം യഥാ മനഃ ശുദ്ധം. അവിടെ വീതം എന്ന് പറയുമ്പോൾ ആ മലങ്ങളിൽ നിന്ന് വീതം, വിഗതം, മുക്തം. അപ്പം ആ മലങ്ങൾ മനസ്സിൽ നിന്ന് പോയാൽ ആ മനഃ ശുദ്ധം. അപ്പം മനസ്സിൽ നിന്ന് എന്ത് പോകണം? കാമം ലോഭം മുതലായ മാലിന്യങ്ങൾ പോകണം. അതെവിടുന്ന ഉണ്ടായത്? ഈ കാമവും ലോഭമൊക്കെ അഹം മമ എന്നുള്ള അഭിമാനത്തിൽ നിന്ന്, ഞാനെന്നും എൻ്റേതെന്നുള്ള അഭിമാനമാണ് കാമലോപാദികളാകുന്ന മാലിന്യത്തിന് കാരണം. അപ്പം മാലിന്യം ഇല്ലാതാവണമെങ്കിൽ മാലിന്യത്തിൻ്റെ സ്രോതസ് ഇല്ലാതാവണം, അല്ലേ? മാലിന്യത്തിൻ്റെ സ്രോതസ് അതാണ് അഹം മമ എന്നുള്ള മാലിന്യത്തിൻ്റെ സ്രോതസ്. കാമരാഗാദി മാലിന്യങ്ങൾക്ക് സ്രോതസ് അഹം മമ എന്ന അഴുക്ക് ചാലാണ്. അതില്ലാതായാലേ
ഈ അഴുക്കില്ലാതെയാവുള്ളൂ. അപ്പോൾ അഹം മമ എന്നത് പോണം. ഈ അഹം മമ എന്നുള്ളത് പോകാനുള്ള വഴിയാണ് ഈ അഹം ആരാണ്, എന്താണ് ഈ അഹം എന്നറിയൽ. കോഹം എന്ന് ഇതറിഞ്ഞാലേ ഈ അഭിമാനം പോവുള്ളൂ, മമ എന്നുള്ളതൊക്കെ പോവുള്ളൂ. മമ എന്ന് പറഞ്ഞാൽ എല്ലാം മമയാണെന്ന് അറിയുള്ളൂ. ഈ ലോകമേ മമ, ഈ ലോകമേ മമ വിഭൂതി, ഈ ലോകം എൻ്റെ വിഭൂതിയാണ് എന്നറിയണം. ഈ അഹം എന്നുള്ളത് ഈ ശരീരമല്ല എന്നറിയണം. അഹം എന്നാൽ എല്ലാം അഹമാകുന്നു, ഞാൻ തന്നെയാണ് എല്ലാം, ഈ പ്രപഞ്ചമെല്ലാം എൻ്റെ വിഭൂതി എന്നറിയുമ്പോൾ എന്തു പോകും? അഹം മറ്റേ കാമവും ലോഭവും പോകും. കാരണം ഒരു പ്രത്യേക വസ്തുവിനെ കാമിക്കേണ്ട ആവശ്യമില്ല, അതിനെ വല്ലാതെ കൊതിക്കേണ്ട കാര്യവുമില്ല. കാരണം എപ്പോഴും അത് തൻ്റെ തന്നെയാണ്, താൻ തന്നെയാണ് എല്ലാം. അപ്പോൾ തനിക്ക് തന്നെ കൊതിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ, എനിക്കൊരു തലയുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് 2 കൈകളുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കൈകളിൽ 10 വിരലുകൾ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു നാവുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് 2 കണ്ണുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് 2 കാതുണ്ടായിരുന്നെങ്കിൽ? നമ്മൾ പ്രാർത്ഥിക്കാറില്ല. കാരണം ഓൾറെഡി നമുക്കുണ്ടത്, ഉള്ളതിനെ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതെല്ലാം നമ്മുടെ വിഭൂതിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒന്നിനോടും രാഗവും ഇല്ലാതാവും, ഒന്നിനോടും ആഗ്രഹമില്ലാതാവും. എല്ലാം താൻ തന്നെയാണെന്ന് അറിയുമ്പോൾ സർവാത്മഭാവം. അതാണ് ഇവിടെ അഹം മമാഭിമാനോ തൈഹി കാമലോപാധിപിർമലൈഹി വീതം. അത് പോയി കഴിയുമ്പോൾ, വിഗതമാകുമ്പോൾ, ആ മനസ്സ് യഥാ ശുദ്ധം, എപ്പോൾ ശുദ്ധമാകുന്നുവോ അപ്പോൾ ആ മനസ്സ് അദുഃഖം അസുഖം സമം. ആ മനസ്സിൻ്റെ ഭാവമാണ് അദുഃഖം. അവിടെ ദുഃഖവുമില്ല, അസുഖം എന്ന് പറഞ്ഞാൽ വിഷയസുഖങ്ങളോടുള്ള ഭ്രമവും തൃഷ്ണയുമില്ല, ശുദ്ധമായിരിക്കുന്നു, സമമായിരിക്കുന്നു, എല്ലാറ്റിലും സമം ദർശിക്കുന്നു. അപ്പോൾ ആ സമമായ മനസ്സ് എന്തിനെ കാണിച്ചു തരുന്നു? ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. അതാണ് തഥാ പുരുഷ ആത്മാനം കേവലം പ്രകൃതേഹ പരം നിരന്തരം സ്വയം ജ്യോതി അണിമാനം അഖണ്ഡിതം ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയോഗേന ചാത്മന പരിപശ്യത്യുദാസീനം പ്രകൃതിം ച ഹതൗജസം. അപ്പോൾ ആ പുരുഷൻ തന്നെ തന്നെ ആത്മാനം കേവലം, രണ്ടില്ലാത്തതായിട്ട്, പ്രകൃതേഹേ പരം, താൻ പ്രകൃതിയിൽ നിന്ന് വിലക്ഷണനാണ്, അതീതനാണ്, പ്രകൃതിയിൽ നിന്ന് വാസ്തവത്തിൽ സ്വതന്ത്രനാണ്, മുക്തനാണ്, പ്രകൃതിയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടും ഇല്ല തനിക്ക്, ഈ പ്രകൃതി എന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. മനസ്സ് സമമാകുമ്പോഴാണ് അത് സാധിക്കുക. മനസ്സ് ദുഃഖസുഖങ്ങളിൽ നിന്ന് മുക്തമായി അദുഃഖവും അസുഖവും സമവുമായിരിക്കുന്ന മനസ്സ്, ശുദ്ധമായ മനസ്സ് ഈ ആത്മാവിൻ്റെ ആ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയുന്നു. നിരന്തരമാണ് ഈ ആത്മാ, യാതൊരിടത്തും ഇടതളവില്ലാതെ, അന്തരമില്ലാതെ. സ്വയം ജ്യോതി, അത് എപ്പോഴും സ്വയം പ്രകാശിക്കുന്നത്, ആരെയും ആശ്രയിച്ചല്ല പ്രകാശിക്കുന്നത്. അണിമാനം അഖണ്ഡിതം, അത്യന്തം സൂക്ഷ്മമായതും എല്ലായിടത്തും നിരന്തരമായി വ്യാപിച്ചിരിക്കുന്നതുമാകുന്നു തൻ്റെ സ്വരൂപം, തൻ്റെ ആത്മസ്വരൂപം എന്ന് തന്നെത്താൻ അറിയുമ്പോൾ ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ച ആത്മന, ജ്ഞാനം വൈരാഗ്യം ഭക്തി, ഈ 3 ഗുണങ്ങളും കൂടിയതായിട്ടുള്ള മനസ്സുകൊണ്ട് ഉദാസീനം പരിപശ്യതി, ഈ ആത്മാവിനെ, തന്നിലെ പുരുഷഭാവത്തെ ഉദാസീനനായി കാണുന്നു. ഉദാസീനൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും ഉപരി ഇരിക്കുന്നവനായിട്ട്, എല്ലാറ്റിനും മുകളിലിരിക്കുന്നവനായിട്ട്, അതീതനായിട്ട്, ഒന്നിനെയും ആശ്രയിക്കാതെ പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്ന ആത്മസ്വരൂപത്തെ അവൻ കാണുന്നു. പ്രകൃതിം ച ഹതൗജസം, പ്രകൃതിയെ ഓജസ് നഷ്ടപ്പെട്ടതായിട്ടും കാണുന്നു. കാരണം പ്രകൃതിക്ക് ഓജസ് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ പുരുഷനായ എൻ്റെ ഓജസ് കടമെടുത്തിട്ടാണ് പ്രകൃതി എന്നെ മോഹിപ്പിക്കുന്നത്. ഞാൻ കൊടുത്ത ഓജസ്സാണ് പ്രകൃതി എന്നെ മോഹിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളൊക്കെ സ്വയം, അവയെല്ലാം ജഡങ്ങളാണ്, അവയ്ക്കൊന്നും നമ്മളെ പ്രലോഭിപ്പിക്കാനുള്ള ശക്തിയൊന്നുമില്ല.
അവരൊന്നും നമ്മളെ മാടി വിളിച്ചില്ല, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, ഞാൻ സുഖം തരാമെന്ന് ഈ ലോകത്തിലുള്ള ഒരു പദാർത്ഥവും നമ്മളോട് പറഞ്ഞില്ല. പക്ഷെ നമ്മൾ കൽപ്പിച്ചു. നമ്മൾ കൽപ്പിച്ചതാണ് ഇന്നത് സുഖം തരും, ഇന്നത് സുഖം തരുമെന്ന്. അത് നമ്മളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അല്ലേ? അഡ്വർടൈസ്മെന്റുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. അഡ്വർടൈസ്മെന്റുകൾ നിരന്തരം കണ്ട് 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 നമ്മൾ വിചാരിച്ചു ആ വിഷയത്തിൽ സുഖമുണ്ട്, സുഖമുണ്ട്, സുഖമുണ്ട് എന്ന്. എല്ലാവരും കൂടി ലോകം മുഴുവൻ വട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുക, അതിൽ സുഖമുണ്ട് കേട്ടോ, അതിൽ സുഖമുണ്ട് കേട്ടോ, അതിൽ സുഖമുണ്ട് കേട്ടോ എന്ന്. എല്ലാ മൂഢന്മാരും കൂടി ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പോലെ. ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ ന്യൂസ് എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത്? വേണ്ട ന്യൂസൊന്നും പറയാതെ അതിനെ തമസ്കരിക്കുകയും വേണ്ടാത്ത ന്യൂസിനായിട്ട് ചർച്ച ചെയ്ത് പൊലിപ്പിച്ച് നുണകളൊക്കെ സത്യമാക്കി മാറ്റുകയും പ്രത്യേക അജണ്ടയോടുകൂടി ന്യൂസുകൾ നിർമ്മിക്കപ്പെടുകയാണ് ഇവിടെ. അത് പെയ്ഡ് ന്യൂസാണ്. അത് വളർത്തുന്നതിൽ അജണ്ടയുണ്ട്. ഇന്ന കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് അതിനുവേണ്ടി ഫണ്ട് ഇറക്കുന്ന ആളുകളാണ്. ഇന്ന വിഷയമേ ഇവിടെ ചർച്ച ചെയ്യാവൂ, ഇന്ന വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യരുത് എന്ന് അതിനുവേണ്ടി ഫണ്ട് ഇറക്കുന്ന കൂട്ടരുണ്ട്. അവരുടെ താല്പര്യം എന്താണെന്ന് അറിയാം. നമ്മുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള താല്പര്യങ്ങളും മതപരിവർത്തന താല്പര്യങ്ങളും അവരുടേതായിട്ടുള്ള സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള താല്പര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ പലതരത്തിലുള്ള കള്ളപ്പണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി അതിനെ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുക്കാൻ ഉപയോഗിച്ചുകൊണ്ട് ആ മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ പിടിയിലാണ്. അപ്പോൾ ആ മാധ്യമങ്ങൾ നിർമ്മിക്കുന്നു ന്യൂസുകൾ, മാധ്യമങ്ങൾ നിർമ്മിക്കുന്നു ചർച്ചാ വിഷയങ്ങൾ. അത് കണ്ടുകൊണ്ടിരിക്കുന്ന മൂഢന്മാരാണ് നമ്മളൊക്കെ. അവർ തീരുമാനിച്ച വിഷയത്തെ അവർ തീരുമാനിച്ച വഴിക്ക് നയിച്ചു കൊണ്ടുപോകുന്ന അജണ്ടയോടുകൂടിയ അവരുടെ കൺക്ലൂഷനിലേക്ക് അവരെത്തിക്കുന്ന പരിപാടികളാണ് ഇന്നത്തെ ന്യൂസ് ചർച്ചകളൊക്കെ. അത് കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജിയും സമയവും സ്വസ്ഥതയും കളയുക എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൂഢന്മാരായിട്ടുള്ള നമ്മളൊക്കെ അതിൽ കുടുങ്ങാതിരിക്കുക. ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു ചർച്ചകളിലും ഒരു ന്യൂസും കാണാതെ അവരുടെ റേറ്റിംഗ് കുറയ്ക്കുക. അവർക്ക് റേറ്റിംഗ് ആവശ്യമില്ല. അവരിപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് വേറെ ഫണ്ട് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. റേറ്റിംഗ് നോക്കിയിട്ടല്ല, നിങ്ങൾ ചർച്ച ചെയ്തോളൂ, നിങ്ങൾക്ക് കിട്ടേണ്ട കാശ് ഞങ്ങൾ തന്നോളാം. നിങ്ങൾക്ക് കാശല്ലേ എന്തുകൊണ്ടും ഉണ്ടാക്കേണ്ടത്. ബിസിനസ്സാണല്ലോ മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ. മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് കാശുണ്ടാക്കാനാണ്. ആ കാശ് ഞങ്ങൾ തരാം. ഞങ്ങളുടെ കയ്യിൽ കുറേ കള്ളപ്പണമുണ്ട്. ആ പണം എന്താ കോടികൾ പിടിച്ചോളൂ. നിങ്ങൾ കള്ളത്തരം ചർച്ച ചെയ്താൽ മാത്രം മതി, നല്ലതൊന്നും ചർച്ച ചെയ്യരുത്. ഈ രാജ്യത്ത് നടക്കുന്ന നന്മകളെക്കുറിച്ചൊന്നും നിങ്ങൾ ചർച്ച ചെയ്യരുത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ചർച്ച ചെയ്യാവൂ. എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ, കൊലപാതകങ്ങളോ ബലാത്സംഗങ്ങളോ ഉണ്ടായാൽ അത് ആളെ നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രതികരിക്കാനായിക്കൊണ്ട്. അല്ലാതെ ഇഷ്യൂ നോക്കിയിട്ടല്ല പ്രതികരിക്കുന്നത്. ആ ഇഷ്യൂവിനെയല്ല നമ്മൾ കയ്യിലെടുക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ആര് ചെയ്തു, ആരോട് ചെയ്തു. അവിടെയാണ് രാഷ്ട്രീയമാണ് അവിടെ കളിക്കുന്നത്, മതമാണ് അവിടെ കളിക്കുന്നത്. ഇവിടെ അതിലും വെച്ച് ഗുരുതരങ്ങളായ പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യാതെ അതിനെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട്. അപ്പം നമ്മളൊന്നും ഇത് കാണാനേ പാടില്ല. ഈ മാധ്യമങ്ങളെ മുഴുവൻ നമ്മൾ പുറന്തള്ളണം, ഗെറ്റ് ഔട്ട് അടിക്കണം നമ്മുടെ ഭൂമുഖത്ത് നിന്ന്. നമ്മൾ കാശും കൊടുത്ത് നല്ല വില കൊടുത്ത് ടി വികളും വാങ്ങിച്ചിരിക്കുന്നത് ഇവരുടെ ഈ വിഡ്ഢിത്തരങ്ങൾ വിളമ്പുന്ന, വിഡ്ഢിത്തരമല്ല കള്ളത്തരങ്ങൾ, കൊള്ളത്തരങ്ങൾ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി വിളമ്പുന്ന ഇത് ഞങ്ങൾ കാണില്ല എന്ന് തീരുമാനിക്കണം. അതുപോലെ പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ ആര് കൂടുതൽ കൊടുക്കണോ അവർക്ക് അനുകൂലമായിട്ടാണ് ഈ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും അറിഞ്ഞ് നമ്മൾ ഇൻ്റലിജൻ്റായിട്ട് ജീവിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലോകം മുഴുവൻ. ഈ ലോകത്ത് നമ്മുടെ അച്ഛനും അമ്മയും അടക്കം നമ്മൾ ജനിച്ചപ്പോൾ മുതൽക്ക് നമ്മളെ കണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയിൽ വേണ്ടാത്തതൊക്കെ കുത്തിച്ചെലുത്തി നമ്മളെ പരിമിതന്മാരാക്കി മാറ്റി.
അപ്പോൾ അത് പോകണം നമ്മുടെ തലയ്ക്കകത്ത് നിന്ന്. അതാണ് പ്രകൃതിം ച ഹതഊജസം. അപ്പോൾ പ്രകൃതിയുടെ ഓജസ് നഷ്ടപ്പെടണമെങ്കിൽ, പ്രകൃതിയുടെ പ്രഭാവം, പ്രകൃതി ഇപ്പോൾ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നത്, പ്രകൃതിയിൽ നമ്മൾക്ക് തൃഷ്ണ വളരുന്നത്, പ്രകൃതിയോട് നമുക്ക് വല്ലാത്ത അഭിനിവേശമുണ്ടാകുന്നത് നമ്മുടെ വിവരക്കേട് കൊണ്ടാണ്. പ്രകൃതിയെ നമ്മൾ ആശ്രയിക്കേണ്ടവരല്ല, പ്രകൃതി നമ്മളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആത്മസ്വരൂപനായ എന്നെ, പുരുഷനായ എന്നെയാണ് പ്രകൃതി ആശ്രയിച്ചിരിക്കുന്നത്. ഇതാണ് സാഖ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്. സാഖ്യത്തിൻ്റെ വിഷയം തന്നെ പ്രകൃതി പുരുഷ വിവേചനമാണ്. എന്നിട്ട് പ്രകൃതിയുടെ പരിമിതികളെ കാണിച്ചു തന്നിട്ട് ഇതിൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല എന്ന് കാണിച്ചു തരണം. നിങ്ങൾ ആവശ്യത്തിന് അതിനെ ഉപയോഗിക്കൂ. നിങ്ങളായിരിക്കണം മാസ്റ്റർ. നിങ്ങൾ മാസ്റ്റർ ആയിരുന്നിട്ട് ഈ പ്രകൃതിയിലുള്ള ഓരോ വസ്തുക്കളെയും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യൂ. അത് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കൂ. അതിൻ്റെ പിടിയിൽ നിങ്ങൾ പെടാതിരിക്കൂ. അപ്പം അതിനാണ് ഏത് ഗുണം വേണം? ജ്ഞാന വൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ച ആത്മന. ഇവിടെ മാതാപിതാ ഗുരു ദൈവം ശരി തന്നെയാണ്. മാതാവും പിതാവും എപ്പോഴാണ് മഹാത്മാക്കളാവുന്നത്? ശരിയായ അറിവ് പകർന്നു തരുമ്പോൾ. അങ്ങനെയുള്ള എല്ലാ മാതാക്കളെയും പിതാക്കളെയും നമ്മൾ പറഞ്ഞില്ല. നല്ല മാതാക്കളും നല്ല പിതാക്കളും ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഗുരുക്കന്മാരായിരിക്കുന്നത് നല്ല മാതാക്കളും പിതാക്കളും തന്നെയാണ്. ഇന്നത്തെ വിവരമില്ലാത്ത കുറേ മാതാപിതാക്കളെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഭൂരിപക്ഷം മാതാപിതാക്കളും ഇന്നത്തെ വിവരമില്ലാത്ത മാതാപിതാക്കളാണ്. അല്ലാതെ പഴയ മാതാപിതാക്കളെ അല്ല ഉദ്ദേശിച്ചത്. അറിവുള്ള മാതാപിതാക്കളെ ഉദ്ദേശിച്ചിട്ടില്ല. അവർ ദൈവങ്ങൾ തന്നെയാണ്. അവർ ദൈവത്തേക്കാൾ മുകളിലാണ്. ഇന്നത്തെ മൂഢ സമൂഹത്തിലെ മാതാപിതാക്കൾ കുട്ടികളെ നല്ലത് പറഞ്ഞു കൊടുക്കാതെ വഴിതെറ്റിക്കുന്ന മാതാപിതാക്കൾ, റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി മക്കളെ ഗിന്നി പന്നികളെ പോലെ വളർത്തുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ള മാതാപിതാക്കളെ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ നല്ല മാതാപിതാക്കളുണ്ട്, നമ്മളെയൊക്കെ നല്ല വഴിക്ക് നയിക്കുന്ന മാതാപിതാക്കൾ. അവരൊക്കെ ദൈവതുല്യങ്ങൾ, ഗുരുതുല്യന്മാർ. അവരെയൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ പ്രകൃതിയോടുള്ള നമ്മുടെ ഭ്രമം പോകണമെങ്കിൽ നമുക്ക് വരേണ്ടത് ജ്ഞാനം, വൈരാഗ്യം, ഭക്തി. അതാണ് ജ്ഞാന വൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ച ആത്മന. അപ്പോൾ ശരിയായ വിവേകവും, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രാഗമില്ലാത്ത അവസ്ഥയാണ്, ഈ വിഷയങ്ങളോടുള്ള ഡിപ്പെൻഡൻസി ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ സത്യത്തോടുള്ള ആഭിമുഖ്യമാണ് ഭക്തി. ഈശ്വരനോടുള്ളതായിട്ടുള്ള ആഭിമുഖ്യമാണ് ഭക്തി. ആ ഈശ്വരനോട് ആഭിമുഖ്യവും വിഷയങ്ങളോട് വൈരാഗ്യവും അത് വരണം മനസ്സിന്. ആത്മന എന്ന് പറയുമ്പോൾ ആ മനസ്സാണ് ശുദ്ധമായ മനസ്സ്. ആ ശുദ്ധമായ മനസ്സുകൊണ്ടാണ് ഉദാസീനനായിരിക്കുന്ന, എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്ന, അതീതനായിരിക്കുന്ന, പ്രഭാവത്തോടു കൂടിയതായിട്ടുള്ള പുരുഷനെയും ഓജസ് നഷ്ടപ്പെട്ട പ്രകൃതിയെയും പരിപശ്യതി, നന്നായി കാണാറാവും. പരിപശ്യതി, ആ കാണാനുള്ള ദർശനം നമുക്ക് ഉണ്ടാവണം. പ്രകൃതിയുടെ പരിമിതികളെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പ്രകൃതി എന്ന് പറയുമ്പോൾ സാഖ്യശാസ്ത്രപ്രകാരമുള്ള പ്രകൃതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രകർഷേണ കൃതമായതെല്ലാം, ഈ പ്രപഞ്ചത്തിലെ സർവഭൂതങ്ങളും, അത് സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്നതെല്ലാം, അതിൻ്റെയൊക്കെ പരിമിതികൾ മനസ്സിലാക്കുക. 24 തത്വങ്ങളുടെ പരിമിതി മനസ്സിലാക്കുക. അതിനാണ് പ്രകൃതി എന്ന് പറയുന്നത്. അർത്ഥം ഓരോ പദത്തിനും അതാത് സന്ദർഭത്തിനനുസരിച്ചുള്ള അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്. പ്രകൃതിയുടെ പരിമിതിയെ, അതിൻ്റെ നിസ്സാരതയെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ അർത്ഥം ഈ ലോകമാകുന്ന പ്രകൃതിയെ നമ്മൾ തീരെ അവഗണിക്കണം, നിന്ദിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം.
അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ ആര് പറയുന്നു നോക്കിയിട്ട് വേണം വാക്കുകളുടെ അർത്ഥത്തെ നമ്മൾ വ്യാഖ്യാനിക്കാൻ, ഉള്ളിലേക്ക് എടുക്കാൻ. പ്രകൃതി, ഈ പ്രപഞ്ചം, പ്രകൃതി, അതിനെ ഒരു തലത്തിൽ ഈശ്വരൻ്റെ അഭിവ്യക്തിയായി ബഹുമാനിക്കുക, അതേസമയം അതിലുള്ള നമ്മുടെ ആസക്തിയെ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പ്രകൃതിയായി, സാഖ്യശാസ്ത്രം പറയുന്ന പ്രകൃതിയായി കണ്ട് അതിൻ്റെ ജഡത്വം നമ്മൾ തിരിച്ചറിയുക. അതിൻ്റെ ജഡത്വം, അതിൻ്റെ ശക്തിരാഹിത്യം, ഹതഊജസം എന്നിവിടെ ഭാഗവതം പറഞ്ഞത്, ഓജസ്സില്ലാത്ത നിസ്സഹായമായ പ്രകൃതിയെ നമ്മൾ കാണുക. പ്രകൃതിക്ക് ഒന്നും നമ്മളെ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ചെന്ന് പ്രകൃതിയെ പിടിക്കുകയാണ്. നമ്മൾ പ്രകൃതിക്ക് സ്വയം അടിമകളായി തീരുകയാണ്. പ്രകൃതി നമ്മളെ എങ്ങോട്ട് വന്ന് പിടിച്ചിട്ടൊന്നുമില്ല. പ്രകൃതി നമ്മളെ എങ്ങോട്ടല്ല കീഴ്പ്പെടുത്തിയത്, നമ്മൾ സ്വയം പ്രകൃതിക്ക് കീഴ്പ്പെട്ടു. ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താ വേണ്ടത്? ജ്ഞാനം, വൈരാഗ്യം, ഭക്തി, ഇത് സമ്പാദിക്കുകയാണ് വേണ്ടത്. അതിനുള്ള വഴിയാണ് കപിലൻ അമ്മയ്ക്ക് ഇനി തുടർന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനവും വൈരാഗ്യവും ഡയറക്റ്റായിട്ട് ഉണ്ടാവുന്നതിനേക്കാൾ ജ്ഞാനവൈരാഗ്യങ്ങൾ നേരിട്ടുണ്ടാക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിന് എളുപ്പം ഭക്തി വർദ്ധിപ്പിക്കുകയാണ്. ഭക്തി ഒരു ഭാഗത്ത് വർദ്ധിച്ചു വരികയാണെങ്കിൽ ഭക്തിയുടെ മക്കളായിട്ട്, ഭക്തിയുടെ കൂടപ്പിറപ്പുകളായിട്ട് ജ്ഞാനവൈരാഗ്യങ്ങൾ പിന്നാലെ വരും. അതാണ് നമ്മുടെ ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൽ ആദ്യത്തെ എന്താ പറയുക, പ്രഥമ സ്കന്ധത്തിന് മുമ്പേ പത്മപുരാണത്തിലുള്ള ഭാഗവത മാഹാത്മ്യം, ഭാഗവത മാഹാത്മ്യത്തിൽ ഭക്തി എന്നതായിട്ടുള്ള യൗവനയുക്തയായ സ്ത്രീക്ക് ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന വയസ്സന്മാരായ മക്കൾ, എന്നിട്ട് ആ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന വയസ്സന്മാരായ മക്കൾ ഉറങ്ങിക്കിടക്കുന്നു, ബോധം കെട്ട് കിടക്കുന്നു. അവരെ ഉണർത്താൻ വേണ്ടി യൗവനയുക്തയായ ഭക്തി പെടാപ്പാടുപെടുന്നു. ഒരു കാര്യം ചെയ്തിട്ടും നടക്കുന്നില്ല. ഭഗവത്ഗീത പാടിയിട്ടും ഉപനിഷത്തുക്കൾ പാടിയിട്ടും വേദമന്ത്രങ്ങൾ ചൊല്ലിയിട്ടും മറ്റു പലതും ചൊല്ലിയിട്ടും ഒന്നും രക്ഷയില്ല. അപ്പോഴാണ് എന്താ ചെയ്യേണ്ടതെന്ന് നാരദൻ അന്വേഷിച്ച് പോകുന്നതും സനകാദികളെ കണ്ടുമുട്ടുന്നതും. സനകാദികൾ പറയുന്നത് ഭക്തി കൊണ്ട് എന്താ പറയുക, ഭഗവാന്റെ കഥകൾ കേട്ട് ആ ഭക്തി നല്ലോണം ശക്തി പ്രാപിച്ചാൽ ആ ഭക്തിയോടൊപ്പം ജ്ഞാനവൈരാഗ്യങ്ങളും പുഷ്ടിപ്പെടും. അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ പറയൂ, ഭഗവാന്റെ കഥകൾ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവത സപ്താഹം ആരംഭിച്ചത്. എന്നുവെച്ചാൽ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭക്തി കൂടുതൽ പ്രബലമാകും, കൂടുതൽ ശക്തിയുള്ളതായിത്തീരും. ആ ഭക്തിക്ക് ശക്തി വരും തോറും ജ്ഞാനവൈരാഗ്യങ്ങളും വളർന്നു വരും. അതാണ് ഇവിടെ കപിലൻ ഭഗവാൻ പറഞ്ഞു കൊടുക്കണു അമ്മയ്ക്ക്. ന യുജ്യമാനയാ ഭക്ത്യാ ഭഗവത്യഖിലാത്മനി സദൃശോസ്തി ശിവഃ പന്ഥാ യോഗിനാം ബ്രഹ്മസിദ്ധയേ. ഭഗവതി അഖിലാത്മനി യുജ്യമാനയാ ഭക്ത്യാ സദൃശഃ ശിവഃ പന്ഥാ നാസ്തി. ഭഗവതി അഖിലാത്മനി, സർവാത്മാവായ ഭഗവാനിൽ യുജ്യമാനയ ഭക്തിയ, യോജിക്കപ്പെട്ടതായിട്ടുള്ള ഭക്തിക്ക് സദൃശമായിട്ടുള്ള ഒരു ശിവമായ പന്ഥ എന്ന് വെച്ചാൽ ഉത്തമമായിട്ടുള്ള മംഗളകരമായിട്ടുള്ളൊരു മാർഗം, ഏറ്റവും രാജപാത, ആ ഭക്തിമാർഗമാകുന്ന രാജപാതയ്ക്ക് സദൃശമായിട്ട് യോഗികൾക്ക് ബ്രഹ്മപ്രാപ്തിക്കായിക്കൊണ്ട് മറ്റൊരു മാർഗം ഇല്ല. ഒരു ഭക്തിമാർഗമാണ് ഏറ്റവും വലിയ രാജമാർഗം എന്ന് പറയണം. ഇനി എന്താണ് നമ്മുടെ ദുഃഖത്തിന് കാരണം? വിഷയങ്ങളുമായിട്ടുള്ള സംഘമാണ്, അല്ലേ? പ്രസംഗം അചരം പാശം ആത്മന കവയോ വിദുഹു സയേവ സാധുഷു കൃതോ മോക്ഷദ്വാരമപാവൃതം. നമ്മൾക്കുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ ചേർച്ച, പ്രകർഷണയുള്ള സംഘം, അറ്റാച്ച്മെന്റ്, വല്ലാത്ത അഭിനിവേശം ലോക വിഷയങ്ങളോട്. അതാണ് അജരം പാശം ആത്മനഃ. നമ്മുടെ ജീർണിക്കാത്ത കയറ്, നമ്മളെ ഈ ലോകവുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ദൃഢമായിട്ടുള്ള കയറ്, പാശം പ്രസംഗമാണ്. പ്രസംഗം എന്നാൽ വിഷയങ്ങളുമായിട്ടുള്ള സംഘം. ഇന്ന് കവയഹ വിദുഹു എന്ന് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതേ പ്രസംഗത്തെ, അതേ സംഘത്തെ സയേവ സാധുഷു കൃതഃ,
സജ്ജനങ്ങളോട് ചെയ്യുമ്പോൾ മോക്ഷദ്വാരം അപാവൃതം, തുറന്നു വെച്ചതായിട്ടുള്ള മോക്ഷ കവാടമാകുന്നു. നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന മോക്ഷ കവാടമാണ് സജ്ജനങ്ങളോടുള്ളതായിട്ടുള്ള സംഘം. അപ്പോൾ നമുക്ക് ഏതായാലും മനസ്സിന് സംഘമില്ലാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് എന്ത്, എവിടെയെങ്കിലുമൊക്കെ ചാരിയിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കലാണ് മനസ്സിൻ്റെ സ്വഭാവം. മനസ്സെന്ന് പറഞ്ഞാൽ തന്നെ വൃത്തിയാണ്, ചിത്തവൃത്തിയാണ്. അപ്പോൾ അതിന് ഇഷ്ടമുള്ള വിഷയങ്ങളെ എങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കലാണ് മനസ്സിൻ്റെ ധർമ്മം, മനസ്സിൻ്റെ സ്വഭാവം. അപ്പോൾ ആ ഇഷ്ടമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഏതാണ്, ലോകത്തിലുള്ള പല പദാർത്ഥങ്ങളും പല വ്യക്തികളും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ലോകത്തോടുള്ള സംഘം മനസ്സിൻ്റെ. അതിനെ മാറ്റാൻ, അതിലുള്ള മൂല്യം കുറയാൻ, നല്ല മൂല്യമുള്ളതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനെ ബോധവൽക്കരിക്കുക. മനസ്സിന് ഏതാണ് വർത്തിയായിട്ടുള്ള ചിന്ത, ഏത് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾക്ക് ആനന്ദം നൽകുന്നത്, സ്വാതന്ത്ര്യം നൽകുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങളെ മനസ്സിന് ചിന്തിക്കാൻ ഇട്ടുകൊടുക്കുക. അത് ഇട്ടുകൊടുക്കാത്തിടത്തോളം കാലം മനസ്സ് ഏതിലേക്ക് പോകും? മനസ്സ് ലോക വിഷയങ്ങളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇൻഫീരിയർ ആയിട്ടുള്ള വിഷയങ്ങളിൽ കിടന്ന് ഭ്രമിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാൾ വാല്യൂബിൾ ആയിട്ടുള്ള, സുപ്പീരിയർ ആയിട്ടുള്ള, വർത്തിയായിട്ടുള്ള ചിന്തകൾ കൊടുത്തു നോക്കൂ. നല്ല ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള ചിന്തകൾ മനസ്സിന് കൊടുത്തു നോക്കൂ. അതിലേക്ക് മനസ്സ് ഉയരുമ്പോൾ ഈ നിസ്സാര കാര്യങ്ങളിൽ നിന്ന്, ലോക ചിന്തകളിൽ നിന്ന്, വിഷയവാസനകളിൽ നിന്ന് മനസ്സ് പതുക്കെ മാറി ഇങ്ങോട്ടേക്ക് വരും. അല്ലേ? നല്ല സൗകര്യങ്ങളുള്ളിടത്ത് ഇരിക്കാനല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുക. ചെളിക്കുണ്ടിലിരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? പക്ഷേ നല്ല സൗകര്യങ്ങൾ കിട്ടാത്തവരെന്ത് ചെയ്യണു? ചെളിക്കുണ്ടിലിരിക്കണു. ഇപ്പോൾ ചേരിയിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല സൗകര്യങ്ങളുള്ളതായിട്ടുള്ള വീടുകൾ കെട്ടിക്കൊടുത്ത് അവർ അവിടെ വന്നിരിക്കും. ചില ആളുകളുണ്ട് ചേരിയിൽ തന്നെ ആ സുഖം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പോയിരിക്കും. കള്ളും കുടിച്ച് തമ്മിലടിച്ച് റോട്ടിൽ കിടക്കുന്നത് ഇഷ്ടമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കത് തന്നെ ഇഷ്ടം. എന്നാൽ എത്രയോ ആളുകൾ അതിൽ കൊതിക്കുന്നുണ്ടാവും. ഞങ്ങൾക്കും അതുപോലൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ, ഞങ്ങൾക്കും നല്ലൊരു മാളിക കിട്ടിയിരുന്നെങ്കിൽ. നല്ലൊരു മാളികയൊന്നും ഇല്ലെങ്കിലും സമാധാനമായിട്ട് വെയിലും മഴയും കൊള്ളാതെ, കാറ്റും തണുപ്പുമില്ലാതെ, മറ്റ് ജന്തുക്കളുടെ ശല്യമില്ലാതെ, കള്ളന്മാരുടെ ശല്യമില്ലാതെ, ഞങ്ങളെ ദേഹോപദ്രവം ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന ആളുകളുടെ ശല്യമില്ലാതെ സ്വൈരമായിട്ടൊന്ന് കിടക്കാൻ നല്ലൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചേരിയിലൊക്കെ കിടക്കുന്ന പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ പല ഭാഗത്തും പോകുമ്പോൾ പല ചേരികളിലും കാണാം നല്ല നല്ല ചെറുപ്പക്കാർ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതുമായിട്ടുള്ള പിള്ളേർ, പാവങ്ങൾ. അവർക്ക് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഗതികെട്ട് അവരവിടെ കിടക്കുക. അവർക്ക് സ്വൈരമുണ്ടോ? രാത്രി ഉറങ്ങുമ്പോൾ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടോ? അപ്പോൾ അവർ കൊതിക്കുന്നുണ്ടാവും നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു കൂരയ്ക്ക് കീഴിൽ ഉറങ്ങാൻ. അപ്പോൾ കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകും. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. ഇപ്പം നല്ലത് കിട്ടാത്തത് കൊണ്ടാണ് ഈ ചീത്ത ചെളിക്കുണ്ടിൽ കിടന്നിങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഇപ്പം നല്ല സത്സംഗങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ സീരിയലുകളൊക്കെ വിട്ടുവോ? വിടുന്നില്ലേ? ധാരാളം സത്സംഗങ്ങൾ ഇപ്പോൾ കൊറോണ കാലത്ത് കിട്ടാൻ തുടങ്ങി. വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാം അനുഭവിക്കാം. നിറയെ ചിന്തിക്കാനും അറിയാനും പഠിക്കാനും ഉണ്ട്. സമയമില്ല. അപ്പോൾ സീരിയലുകളൊക്കെ വിട്ടു, ചെളിക്കൊണ്ടുന്ന് കയറി. ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതി. ഒരു ഹയറായിട്ടുള്ള, നോബിളറായിട്ടുള്ള അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് നിരന്തരം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, ചിന്തിക്കാൻ തുടങ്ങിയാൽ, പിന്നെ നിസ്സാര വസ്തുക്കളിൽ നിന്ന് നമ്മുടെ മനസ്സ് വിട്ടുപോരും. അത് പ്രകൃതി നിയമമാണ്. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറയുക, വിഷയങ്ങളോടുള്ള സംഘമാണ് നമ്മുടെ പാശം. അതുതന്നെ അതേ സംഘത്തെ സയേവ സാധുഷു കൃതോ മോക്ഷദ്വാരം അപാവൃതം. സജ്ജനങ്ങളുടെ നേരെ സംഘം ചെയ്താൽ അത് മോക്ഷദ്വാരമാണ്. അപ്പോൾ നിങ്ങൾ സത്സംഗം ചെയ്യൂ. ദുസ്സംഗത്തിന് പകരം സത്സംഗം ചെയ്യൂ. മോക്ഷത്തിലേക്കുള്ള മാർഗമാകുന്നു. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ശങ്കരാചാര്യൻ.
അപ്പോൾ ഇവിടെ പ്രസംഗമചരം പാശം ആത്മന കവയോ വിദുഹു സയേവ സാധുഷു കൃതോ മോക്ഷദ്വാരമപാവൃതം. ഇനി ആരാണ് സജ്ജനങ്ങൾ? സജ്ജനങ്ങളെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? നല്ല ഭസ്മക്കുറി ഇട്ടിട്ടുണ്ടാവും, നിറയെ രുദ്രാക്ഷമാല ഇട്ടിട്ടുണ്ടാവും, നല്ല ചുവപ്പ് വസ്ത്രം അല്ലെങ്കിൽ കാവ്യ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, തലമുടിയൊക്കെ നിറയെ വളർത്തി ജടയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലേ? അതാണോ സജ്ജനങ്ങളുടെ ലക്ഷണം? അതൊന്നുമല്ല സജ്ജനങ്ങളുടെ ലക്ഷണം. ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. തിദിക്ഷവക്കാരുണികാഹ സുഹൃദ സർവദേഹിനാം അജാതശത്രവശാന്താഹ സാധവ സാധുഭൂഷണാഹ. ആരാണ്? തിദിക്ഷവഹ. തിദിക്ഷുക്കളാണ് സജ്ജനങ്ങൾ. തിദിക്ഷു എന്ന് പറഞ്ഞാലോ നിസ്സാര കാര്യങ്ങളെ അവഗണിക്കുന്നവർ എന്നാണ്. ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം, മാനം, അപമാനം, ലാഭം, നഷ്ടം, ജയം, പരാജയം, പൂജ, അവമാനം, ഇങ്ങനെയുള്ളതൊക്കെ നിസ്സാരങ്ങളാണ്. ഇതൊന്നും എന്നെ സ്പർശിക്കുന്നില്ല എന്ന് കണ്ട് അതിനെയൊക്കെ സഹിക്കുന്നവർ, അതിനെയൊക്കെ ക്ഷമിക്കുന്നവർ, അതിനെയൊക്കെ ഉപേക്ഷ വിചാരിക്കുന്നവർ. തിദിക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ തെക്തും ഇച്ഛാ തിദിക്ഷ, ത്യജിക്കുവാനുള്ള ഇച്ഛയാണ് തിദിക്ഷ. ഏതിനെ എങ്ങനെ ത്യജിക്കണം? അവഗണിക്കുക, അതാണ് തിദിക്ഷ. അവഗണനയുടെ പേരാണ് തിദിക്ഷ. ഏതിനെ? ഇന്ന് മറ്റുള്ളവർക്കൊക്കെ ദുഃഖകരമായിരിക്കുന്ന കാര്യങ്ങളെ നിസ്സാരമായി കരുതി ഇഗ്നോർ ചെയ്യുക, അതാണ് തിദിക്ഷ. അതിന് ശക്തി വേണം. തെക്തും ക്ഷമതയാണ് തിദിക്ഷ. ത്യജിക്കുവാനുള്ള ക്ഷമതയുമാണ് തിദിക്ഷ, സാമർഥ്യം. അത് ത്യജിക്കണമെങ്കിൽ നമുക്ക് ശക്തി വേണം. നിസ്സാരമായി കളയണമെങ്കിൽ ശക്തി വേണം. അപ്പൊ തിദിക്ഷവഹ കാരുണികാഹ, മറ്റുള്ളവരുടെ നേരെ കരുണയുള്ളവരും. ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരോട് കരുണ തോന്നുന്നവരാണ് സജ്ജനങ്ങൾ. സർവദേഹിനാം സുഹൃദ, എല്ലാവരുടെയും വെൽവിഷറാണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സുഷ്ടു ഹൃദയം അസ്യ, അവന് നല്ല ഹൃദയമുണ്ട് എന്ന് പറഞ്ഞാൽ നന്മ ഉള്ള ഹൃദയമാണ്. മറ്റുള്ളവർക്ക് നന്മ കാംക്ഷിക്കുന്ന ഹൃദയം, മറ്റുള്ളവരുടെ വെൽബീയിങ്ങിന് വേണ്ടി ചിന്തിക്കുന്ന ഹൃദയമാണ് സൗഹൃദം എന്ന ഭാവം. അതുള്ളവൻ സുഹൃത്ത്. നല്ല ഹൃദയമുള്ളവനാണ് സുഹൃത്ത്. നന്മ വിചാരിക്കുന്നവൻ വെൽവിഷർ. സുഹൃദ സർവദേഹിനാം അജാതശത്രവഃ, അവർക്ക് ആരോടും ശത്രുതയില്ല, പെർമനന്റ് ആയിട്ട് ആരോടും ശത്രുഭാവമില്ല. ശാന്താഹ, അവരുടെ മനസ്സ് എപ്പോഴും ശാന്തമാണ്. സാധവഃ സാധുഭൂഷണാഹ, നല്ല എന്താ പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് സാധുക്കൾ എന്ന് പറയുന്നത്. പരകാര്യം സാധ്നോദീതി സാധവഃ, അതുതന്നെയാണ് അവരുടെ ഭൂഷണങ്ങൾ, അവരുടെ അലങ്കാരങ്ങൾ. സത്കർമ്മങ്ങളാണ് അവരുടെ ഭൂഷണങ്ങൾ. അവരെന്തൊക്കെ ചെയ്യുന്നു? മയ്യ അനന്യേന ഭാവേന ഭക്തിം കുർവന്തിയെ ദൃഢാം, എന്നിൽ അനന്യഭാവം കൊണ്ട് ദൃഢമായ ഭക്തിയെ ചെയ്യുന്നു. എപ്പോഴും ഭഗവത് സ്മരണയേ ഉള്ളൂ അവർക്ക്. മൽകൃതേ ത്യക്തകർമാണഃ ത്യക്തസ്വജന ബാന്ധവാഹ, എനിക്ക് വേണ്ടി അവരുടെ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു. അവർക്ക് എൻ്റെ കർമ്മങ്ങളിലാണ് പ്രാധാന്യം. അവർ എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ, എൻ്റെ കർമ്മങ്ങളിൽ പ്രയോറിറ്റി നൽകുന്നു. എനിക്ക് വേണ്ടി, ഈശ്വരന് വേണ്ടി അവർ ബന്ധുക്കളിലും സ്വജനങ്ങളിലുമുള്ള മമതയെ ഉപേക്ഷിച്ചിരിക്കുന്നു. മത്കൃതേ ത്യക്ത സ്വജന ബാന്ധവാഹ മതാശ്രയാ കഥാമൃഷ്ടാ ശൃണ്വന്തി കഥയന്തി ച, എന്നെ സംബന്ധിച്ചതായിട്ടുള്ള കഥകളെ അവർ കേൾക്കുകയും പറയുകയും ചെയ്യുന്നു. എപ്പോഴും ഭഗവത്പരമായിട്ടുള്ള കഥകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. തപന്തി വിവിധാസ്താപ നൈതാൻ മദ്ഗതചേതസഃ, മദ്ഗതചേതസഃ ഏതാൻ, എന്നിൽ പ്രവേശിച്ച മനസ്സോടുകൂടിയതായിട്ടുള്ള ഇവരെ വിവിധങ്ങളായ താപങ്ങൾ തപിപ്പിക്കുന്നില്ല. ന തപന്തി നർത്തം, നൈതാൻ എന്ന് പറഞ്ഞിട്ട് ന ഏതാൻ തപന്തി. അപ്പൊ ലോക വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. കൊറോണയൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. വിവിധ താപ ന തപന്തി, വിവിധ താപങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല. തപന്തി വിവിധാസ്താപ നൈതാൻ മദ്ഗത ചേതസ, കാരണം എപ്പോഴും ഭഗവാനിൽ മനസ്സുറപ്പിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ദുഃഖങ്ങളൊന്നുമില്ല, താപങ്ങളൊന്നുമില്ല. താപത്രയങ്ങൾ അവരെ ബാധിക്കുന്നില്ല.
തയേതേ സാധവ സാധ്വി സർവസംഗ വിവർജിതാഃ സംഗസ്തേ ശ്വതത്തെ പ്രാർത്ഥ്യഃ സംഗദോഷഹരാഹിതേ. അല്ലയോ അമ്മേ, സാധുവായ പതിവ്രതയായ അമ്മേ, സദാചാരമുള്ളവളായ അമ്മേ, അവരാണ് സാധുക്കൾ, സർവസംഗ വിവർജിതരാണ്. അവർക്ക് ഒന്നിനോടും പ്രത്യേക മമതയൊന്നുമില്ല, അവരെല്ലാവരിലും തുല്യഭാവത്തോടു കൂടിയവരാകുന്നു. അങ്ങനെയുള്ള അവരോട് വേണം സംഘം വെക്കാൻ അമ്മേ. തേഷു സംഘഃ തേ പ്രാർത്ഥ്യഃ. അങ്ങനെ അവരോട് സംഘം വെച്ചാലോ സംഘദോഷഹരാഹിതേ, ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഘം കൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും അവർ നശിപ്പിച്ചു തരും. ഇന്ന് നമ്മൾ നിസ്സാരന്മാരുമായിട്ട്, പ്രാകൃതന്മാരുമായിട്ട്, ദുഷ്ടന്മാരുമായിട്ട്, കൊള്ളരുതാത്തവരുമായിട്ട് അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുമായിട്ടൊക്കെ ചേർന്നിരിക്കുന്ന ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെയൊക്കെ അവർ നശിപ്പിച്ചു തരും. സംഘദോഷഹരാഹിതേ സദാം പ്രസംഗാത് മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണരസായനാ കഥാഃ തജ്ജോഷണാദാശ്വപവർഗവത്മനി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. സദാ പ്രസംഗാത്, സജ്ജനങ്ങളുമായിട്ടുള്ള ചർച്ച കൊണ്ട്, മമ വീര്യ സംവിദഃ ഹൃത്കർണരസായന കഥാഃ ഭവന്തി, എൻ്റെ വീര്യത്തെ ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള ഹൃദയത്തിനും കർണത്തിനും രസായന തുല്യമായിട്ടുള്ള അമൃത തുല്യമായിട്ടുള്ള കഥകൾ ഭവിക്കും. സജ്ജനങ്ങളോട് ചേർന്നാൽ ഭഗവാന്റെ മാഹാത്മ്യത്തെ ഉറപ്പിച്ചു തരുന്നതായിട്ടുള്ള കഥകൾ ഹൃദയത്തിനും കാതിനും കേൾക്കാൻ രസകരമായിട്ടുള്ള കഥകൾ പറഞ്ഞു തരും. തജ്ജോഷണാത്, അത് സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ രസായനം സേവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും അല്ലേ. തജ്ജോഷണാത് ആശു, ഉടനെ തന്നെ അപവർഗവത്മനി, മോക്ഷമാർഗത്തിൽ പവർഗങ്ങളില്ലാത്ത വഴിക്ക്, വത്മ എന്നാൽ മാർഗം, അപവർഗവത്മനി പവർഗങ്ങളില്ലാത്ത പാപ ഫല ബന്ധ ഭയ മരണാദികളില്ലാത്ത വഴിക്ക്, ശ്രദ്ധ രതി ഭക്തി അനുക്രമിഷ്യതി, ശ്രദ്ധയും രതിയും ഭക്തിയും ക്രമത്തിൽ വർദ്ധിച്ചു വരുന്നു. ആദ്യമുണ്ടാകുന്നതാണ് ശ്രദ്ധ. ഭഗവാന്റെ കഥകൾ കേൾക്കുന്തോറും അതിൽ ശ്രദ്ധ വർദ്ധിച്ചു വരും. അത് സത്യമാണ് എന്നുള്ളതായിട്ടുള്ള ബുദ്ധി വർദ്ധിച്ചു വരും. പിന്നെ അതിൽ രതി വർദ്ധിച്ചു വരും. രതി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള രമണം, താല്പര്യം. വേറൊന്നിലും രതിയില്ലാതെ ഇതിൽ രതി വർദ്ധിച്ചു വരും ഭഗവാന്റെ കഥകളിൽ. അങ്ങനെ വരുമ്പോഴോ ഭക്തി, ആ രതി വർദ്ധിച്ചതാണ് ഭക്തി. ഭക്തി എന്ന് പറയുമ്പോൾ ഭഗവാനോടുള്ള പരമപ്രേമം. ആ ഭഗവാനോടുള്ള പരമപ്രേമം അനുക്രമിഷ്യതി, ക്രമത്തിൽ വർദ്ധിച്ചു വരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർദ്ധിച്ചു വരും. ഒറ്റയടിക്ക് സ്വിച്ചിട്ട പോലെ വർദ്ധിക്കുകയല്ല. നിരന്തരം ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ, ഭഗവാന്റെ മാഹാത്മ്യം കേൾക്കുമ്പോൾ ആ ഭഗവാനോടുള്ളതായിട്ടുള്ള താല്പര്യവും മോക്ഷമാർഗത്തിലുള്ള താല്പര്യവും ശ്രദ്ധയും വർദ്ധിച്ച് അതിൽ രതി, അതിൽ നിഷ്ഠ, താല്പര്യം വർദ്ധിച്ച് അത് പൂർണ്ണ ഭക്തിയായി പരിണമിക്കും. അങ്ങനെ ഭക്തി ഉണ്ടായാലോ ഭക്ത്യാ പുമാൻ ജാത വിരാഗ ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതാത്മരചനാനുചിന്തയ ചിത്തസ്യ യത്തോ ഗ്രഹണേ യോഗയുക്തോ യദിഷ്യതേ ഋജുഭിർ യോഗമാർഗൈഃ. ആ ഭക്തിയ, അങ്ങനെ ഭഗവാനിലുള്ള ഭക്തി വർദ്ധിച്ചു വന്നാൽ ഈ പുരുഷൻ ജാതവിരാഗ ഐന്ദ്രിയാത്, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അവന് വൈരാഗ്യം ജാതമാകും. ഇന്ദ്രിയ വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതാവും. കാരണം മനസ്സ് എപ്പോഴും ഭഗവാനിൽ ഉറച്ചുപോയി. ഭഗവാന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ മഹിമകളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് ഭഗവാനോടുള്ള പ്രേമം വർദ്ധിച്ച് ലോക വിഷയങ്ങളിലുള്ളതായിട്ടുള്ള താല്പര്യം, രുചി കുറഞ്ഞു. ഐന്ദ്രിയാത് ജാത വിരാഗനായിട്ട്, വൈരാഗ്യം വന്നവനായിട്ട്. ദൃഷ്ടശ്രുതാത്, കണ്ടതും കേട്ടതുമായ ഐന്ദ്രിയ വിഷയങ്ങളിൽ ഒന്നും താല്പര്യമില്ലാതാവും. പിന്നെ മദ്രചന അനുചിന്തയ, എൻ്റെ രചനകൾ, എൻ്റെ ലീലകൾ, എൻ്റെ ക്രിയകൾ, എൻ്റെ കർമ്മങ്ങളെ അനുചിന്തനം ചെയ്ത് ഭഗവാന്റെ ലീലകളെ നിരന്തരം ചിന്തിച്ച് ചിത്തസ്യ യത്തോ ഗ്രഹണേ യോഗയുക്തഃ, ആ ചിത്തസ്യ ഗ്രഹണേ യത്തഃ യോഗയുക്തഃ, ചിത്തത്തെ ഗ്രഹിക്കുന്നതിൽ അവൻ സമർത്ഥനായിത്തീരുന്നു, യോഗയുക്തനായിത്തീരുന്നു. ഈശ്വരനുമായിട്ട് അവൻ ഉറച്ചു പോകുന്നു. നല്ല
അറാൾഡൈറ്റ് ഇട്ട് ഒട്ടിച്ചതുപോലെയാവുന്നു. യോഗയുക്തനായിത്തീരുന്നു. അല്ലേ? എറാൾഡൈറ്റ് ഇട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേർപെടുത്താനാവില്ല. പിന്നെ മുറിച്ച് തന്നെ എടുക്കേണ്ടി വരുമൊക്കെ. ഫെവിക്കോള് പോലുമല്ല, നല്ല പോലെ ഉറപ്പിച്ചു പോകും. യോഗയുക്ത, ഭഗവാനുമായിട്ട് അത്രയ്ക്കുള്ള ചേർച്ച വരും. വേറെ ആർക്കും പിന്നെ വേർപെടുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാൾ യതിഷ്യതേ ഋജുബിർ യോഗമാർഗൈഹി, ഋജുവായ നേരായ യോഗമാർഗങ്ങളിലൂടെ അയാൾ എപ്പോഴും യതിഷ്യത്തെ യത്നം കരോതി, പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും നേരായ ഈശ്വരപ്രാപ്തിക്കുള്ള ആ ഭജനകൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അസേവയായം പ്രകൃതേർ ഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന യോഗേന മയ്യർപ്പിതയാ ച ഭക്ത്യാ മാം പ്രത്യഗാത്മാനമിഹാവരുന്തേ. പ്രകൃതേർ ഗുണാനാം അസേവയ, പ്രകൃതിയുടെ ഗുണങ്ങളെ സേവിക്കാതെ, അതിലൊന്നും താല്പര്യമില്ലാതായി, പ്രകൃതി വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതെ, വൈരാഗ്യ വിജൃംഭിതേന ജ്ഞാനേന, വൈരാഗ്യം കൊണ്ട് വർദ്ധിച്ചതായിട്ടുള്ള ജ്ഞാനം കൊണ്ട്. ജ്ഞാനത്തിന് ദൃഢതയുണ്ടാവുന്നത് വൈരാഗ്യം വർദ്ധിക്കുമ്പോഴാണ്. വിഷയങ്ങളിലുള്ളതായിട്ടുള്ള വൈരാഗ്യം നല്ലതുപോലെ ഉറയ്ക്കും തോറും ജ്ഞാനവും നല്ല നിഷ്ഠയുള്ളതായിത്തീരും. അങ്ങനെ യോഗേന മയ്യർപ്പിതയാച്ച ഭക്ത്യ, യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ടും അതുപോലെ മൈ അർപ്പിതയാച്ച ഭക്ത്യ, എന്നിൽ സമർപ്പിച്ചതായിട്ടുള്ള ഭക്തിയോടും, മാ പ്രത്യേകാത്മാനം, പ്രത്യേകാത്മാവായ എന്നെ, അന്തരാത്മാവായ എന്നെ, എല്ലാവരുടെയും ഉള്ളിൽ ആത്മസ്വരൂപനായ എന്നെ, ഇഹ അവരുന്ധേ, ഇവിടെ പ്രാപിക്കുന്നു. ഇവിടെ ഈ ജന്മത്തിൽ തന്നെ അവൻ പിടിച്ചു വയ്ക്കുന്നു ഭഗവാനെ. ഭഗവാനെ നമ്മുടെ ഉള്ളിലിട്ട് അടയ്ക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ബന്ധനസ്ഥനാക്കുന്നു. ഭഗവാൻ പിന്നെ നമ്മളെ വിട്ടു പോകില്ല. അങ്ങനെ പിടികൂടുന്നു. കുറൂരമ്മ കലത്തിൻ്റെ അടിയിൽ വെച്ച് അമുക്കിയതുപോലെ ഭക്തി കൊണ്ടാണ് കുറൂരമ്മയ്ക്ക് കലത്തിൻ്റെ അടിയിൽ ഉണ്ണിക്കണ്ണനെ അടയ്ക്കാൻ പറ്റിയത്. അതുപോലെ നമുക്ക് നമ്മുടെ ഹൃദയ കലത്തിൻ്റെ അകത്ത് ഭഗവാനെ പൂട്ടിയിടാം. എവിടെയും പോകാത്ത രീതിയിൽ ഭഗവാനെ ബന്ധനസ്ഥനാക്കാം. ഭഗവാൻ തന്നെ അത് പറയുന്നുണ്ട്. ഞാൻ ഭക്തപരാധീനനാണ്, സജ്ജനങ്ങളുടെ ഹൃദയമാണ് എൻ്റെ വാസസ്ഥാനം, ഞാൻ അവിടം വിട്ട് എവിടെയും പോവില്ല. അപ്പോൾ ആ ഭഗവാനെ, പ്രത്യേകാത്മാവായ ഭഗവാനെ ഇഹ അവരുന്ധേ, ഇവിടെ നമ്മൾ അടച്ചു വയ്ക്കുന്നു എന്നാണ് അക്ഷരാർത്ഥം നോക്കിയാൽ. ഇവിടെ പ്രാപിക്കുന്നു. അപ്പൊ ഈ ജന്മം തന്നെ ഇവിടെ തന്നെ സാധിക്കും. എങ്ങനെ? സത്സംഗമാണ് അതിനുള്ള ഏറ്റവും ആദ്യത്തെ പടി. ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്ന, ഭഗവൻ മഹിമ പറയുന്ന, ലോകത്തിന്റെ നിസ്സാരത പറയുന്ന മഹാത്മാക്കളുമായിട്ടുള്ള ചർച്ച. അങ്ങനെ നിരന്തരം ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി ദൃഢമാകും തോറും വിഷയങ്ങളോടുള്ള രാഗം പോയി വൈരാഗ്യവും ജ്ഞാനവും നല്ലതുപോലെ ഉറയ്ക്കും നിഷ്ഠയോടുകൂടിയതാവും. അപ്പൊ പ്രകൃതി ഗുണങ്ങളെ സേവിക്കാതെയാവും. പ്രകൃതി ചേതസ് നഷ്ടപ്പെട്ടതായി, തേജസ്സില്ലാത്തതായി, ഹതഊജസം പ്രകൃതിം ച എന്ന് മുമ്പേ പറഞ്ഞില്ലേ. ആ പ്രകൃതി ഓജസ്സില്ലാത്തതായി തീരും. ഈ പ്രകൃതിക്ക് നമ്മളെ പ്രലോഭിപ്പിക്കാൻ കഴിവില്ലാതെയാവും. ആരൊക്കെ വന്ന് നമ്മുടെ മുമ്പിൽ, ഏത് അപ്സരസുകൾ വന്ന് നൃത്തം ചെയ്താലും മാർക്കണ്ഡേയ മഹർഷി ഇരുന്നത് പോലെ, നരനാരായണന്മാർ ഇരുന്നത് പോലെ ഇരിക്കാറാവും നമ്മൾ. ഓ കളിച്ചോളൂ കളിച്ചോളൂ, നന്നായി കളിച്ചോളൂ, ഗംഭീരമായിട്ടുണ്ട് കളി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തിട്ട് അവരെ പൊക്കോളൂ എന്നും പറയാം. അവസാനം കളി കഴിഞ്ഞോ പൊക്കോളൂ, ക്ഷീണിച്ചോ പൊക്കോളൂ. ആ കളിയുടെ പുറകെ നമ്മൾ പോകുന്നില്ല. അയ്യോ കളിച്ച ആൾ ഇവിടെ പെർമനൻ്റ് ആയിട്ട് എൻ്റെ കൂടെ വേണം കേട്ടോ, എനിക്ക് എന്നും കളി കാണണം കേട്ടോ, കളി കാണണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കളിക്കാരുടെ കൂടെ വരണം കേട്ടോ. ഇത് രണ്ടുമില്ല. കളിക്കാൻ വന്നോ, കളിച്ചോ, കളി കഴിഞ്ഞോ, ക്ഷീണിച്ചോ പൊക്കോളൂ, ഞാൻ കൂടെയൊന്നുമില്ല. ഞാൻ ഈ കളി ഉണ്ടാവുന്നതിന് മുമ്പുണ്ട്, കളി ഇല്ലാതായാലും ഉണ്ട്. ഈ കളിക്കാർക്ക് എന്നും കളിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റൂല്ല.
അവരിപ്പോൾ എന്തോ നമ്മളെ മയക്കാൻ വേണ്ടി കളിച്ചതാണ്. ഈ കളിയൊന്നും ശാശ്വതമല്ല. ഇതറിഞ്ഞുകൊണ്ട് സ്വതന്ത്രരാവുന്നു. ഈ ഒരു അവസ്ഥയിലിരിക്കുന്നു, ജീവൻ മുക്തന്മാരായി സ്ഥിതപ്രജ്ഞന്മാരായിരിക്കുന്നു എന്ന് ഭഗവാൻ ആദ്യത്തെ ഉപദേശം, കപില ഭഗവാൻ അമ്മയ്ക്ക് കൊടുത്തതായിട്ടുള്ള ആദ്യ ഉപദേശത്തിൽ അതിൽ സത്സംഗത്തിൻ്റെ മഹിമയാണ് പ്രാധാന്യം, ഭക്തിയുടെ മഹിമയാണ് അതോടൊപ്പം പറഞ്ഞത്. ആ ഭക്തി ഉണ്ടാവാൻ സത്സംഗമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ മേൽപ്പത്തൂർ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മേൽപ്പത്തൂരിനെ നോക്കാം നമുക്ക്. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃത് ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലധനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. കപിലധനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഹേ ഗുരുവായൂരപ്പ, ത്വം കപിലതനുഹു, അങ്ങ് കപിലമൂർത്തിയായിട്ട് വന്നപ്പോ ദേവഹൂത്യയി, ദേവഹൂതി എന്ന അമ്മയ്ക്കായിക്കൊണ്ട് ന്യഗാദീഹി, നിഗതനം ചെയ്തുവല്ലോ, നിശ്ചയിച്ച് ഗതിച്ചുവല്ലോ, നന്നായി പറഞ്ഞു കൊടുത്തുവല്ലോ. എന്താ പറഞ്ഞത്? മതിഹി ഇഹ ഗുണസക്ത ബന്ധകൃത്. ആദ്യത്തെ ഫ്രൈസാണ് പിരിച്ചെടുക്കുമ്പോൾ. മതിഹി, മതിഹി ബുദ്ധിഹി അല്ലെങ്കിൽ മനസ്സ്, അന്ധക്കരണം. ഇഹ ഇവിടെ ഗുണസക്ത, ഗുണങ്ങളുമായിട്ട് ചേരുമ്പോൾ, വിഷയങ്ങളുമായിട്ട് ആസക്തമാകുമ്പോൾ, ഗുണസക്ത മതിഹി ബന്ധകൃത്ത്, അത് ബന്ധകാരണമാകുന്നു, ബന്ധത്തെ ചെയ്യുന്നതാകുന്നു. ഭഗവാൻ അത് തന്നെയല്ലേ പറഞ്ഞ് ഗുണേഷു സക്തം ബന്ധായ. കപില ഭഗവാൻ പറഞ്ഞതിനെ അങ്ങനെ തന്നെ മേൽപ്പത്തൂർ പറഞ്ഞു. ഗുണസക്ത മതിഹി ഇഹ ബന്ധകൃത്ത്, വിഷയങ്ങളിൽ ആസക്തമായ മനസ്സ് നമ്മൾക്കിവിടെ ബന്ധത്തെ ഉണ്ടാക്കുന്നു. എന്നാൽ തേഷു അസക്താതു അമൃതകൃത്. അടുത്ത പദം തേഷു അസക്ത തു അമൃതകൃത്. തു പ്ലസ് അമൃതകൃതാണ് ത്വമൃതകൃതായത്. അപ്പൊ തേഷു അസക്ത, തേഷു എന്ന് പറഞ്ഞാലോ ഗുണേഷു, ഗുണങ്ങളിൽ അസക്തമായിട്ടുള്ള, ശക്തി ഇല്ലാത്ത, ഒട്ടലില്ലാത്ത മതിഹി തൂ, തൂ എന്നുള്ളതാവട്ടെ, ആ മതിയാവട്ടെ അമൃതകൃത്ത്. അമൃതകൃത്ത് എന്ന് പറഞ്ഞാൽ മോക്ഷകൃത്ത്, മോക്ഷത്തെ നൽകുന്നതാണ്. അപ്പൊ വിഷയങ്ങളിൽ നിന്ന് വിരക്തമായ മനസ്സ് മോക്ഷകാരണമാകുന്നു. ഇഹ ഗുണസക്ത മതിഹി ബന്ധകൃത്ത് തേഷു അസക്താതു അമൃതകൃത്ത്. ഭക്തിയോഗ തു സക്തിം ഉപരുന്തേ. ഭക്തിയോഗം, ആ ഭഗവാനുമായിട്ടുള്ള ഭക്തിയോഗം സക്തിം ഉപരുന്തേ, ശക്തിയെ ഉപരോധിക്കുന്നു. ഉപരോധം എന്ന് പറഞ്ഞാൽ തടയലാണല്ലോ. അപ്പോൾ ശക്തിയെ തടയുന്നതാരാണ്? ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി. അതാണ് ഭക്തിയോഗ തു സക്തിം ഉപരുന്തേ. ഉപരുന്തേ ഭക്തിയോഗസ്തു സക്തിം. ഉപരുന്തേ എന്നുള്ളത് ഉപരോധം ചെയ്യുന്നു. ആരുപരോധിക്കുന്നു? ഭക്തി. അപ്പൊ ഭഗവാനിൽ ഭക്തി വളരും തോറും വിഷയങ്ങളോടുള്ളതായിട്ടുള്ള ശക്തി കുറയുന്നു. കാരണം നമ്മുടെ മനസ്സിന് ഒരു സ്വഭാവമുണ്ട്, ഒരേ സമയം ഒന്നിനോടെ തീവ്രമായി ആത്മാർത്ഥമായി ചേർന്നിരിക്കാൻ പറ്റുള്ളൂ. ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ തീവ്രമായിട്ട് ചിന്തിക്കാൻ കഴിയുള്ളൂ. നാനാ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നിലും സംഘമില്ല, അത് കുഴപ്പമില്ല. എല്ലാറ്റിലെയും ഇങ്ങനെ ഒരുപോലെ പലതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നിലും ഒട്ടലില്ല. എന്നാൽ ലോക വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം നമ്മുടെ ചിന്ത നിൽക്കുമ്പോൾ അത് ഒട്ടലായി മാറുന്നു. അപ്പോൾ അതിന് വിപരീതമായിട്ടൊരു ഫോഴ്സാണ് ഈശ്വരൻ ഒന്നിനെ തന്നെ നിരന്തരം ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഒന്നിനോടും നമുക്ക് താല്പര്യമില്ലാതാവും. അതാണ് ഇവിടെ ഭക്തിയോഗസ്തു സക്തിം ഉപരുന്തേ. ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി വിഷയങ്ങളിലുള്ള ശക്തിയെ ഉപരോധിക്കുന്നു, ഇല്ലാതെയാക്കുന്നു. നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ ബാക്കിയില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. എവിടേക്ക്? ലോകത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ
ബാക്കിയില്ല. നിങ്ങളുടെ കയ്യിൽ ആകെ 1000 റുപ്യ ഉണ്ടായിരുന്നു. 1000 റുപ്യ കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ FD-യിൽ കൊണ്ടിട്ടു. അപ്പോൾ കനറ ബാങ്കുകാരൻ വന്നിട്ട് നിങ്ങളോട് ചോദിക്കണം, ഒരു 1000 റുപ്യെങ്കിലും നിങ്ങളൊരു റെക്കറിങ് ഡെപ്പോസിറ്റ് എങ്കിലും ഇടൂ. അപ്പോൾ പറയും, നിങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ ഇട്ടുപോയി കേട്ടോ അല്ലേ. ഇപ്പോൾ 1000 റുപ്യൊന്നും വിലയില്ല, പണ്ടത്തെ കാലത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ 1 ലക്ഷമോ 10 ലക്ഷമോ കോടികളോ ആയിക്കോട്ടെ, ഉള്ളത് നമ്മൾ ഒന്നിച്ച് ഒരു ഭാഗത്ത് FD ഇട്ട് കഴിഞ്ഞു. വേറൊരാൾ വന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ, അതൊക്കെ നേരത്തെ ഇട്ടുപോയി, ഇപ്പോൾ എടുത്ത് മാറ്റിയിടാൻ പറ്റില്ല, ഇപ്പോൾ എടുത്താൽ എനിക്ക് നഷ്ടം വരും, FD അവിടെ ഉറച്ചു പോയി, ഇനി അതിൻ്റെ മെച്യൂരിറ്റി ആവാതെ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മുടെ മനസ്സും FD ആയി പോവും. എവിടെ? ഭഗവാനിലേക്ക്. അങ്ങനെ ഉറച്ചാലോ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ എവിടെയും നഷ്ടക്കച്ചവടത്തിലേക്ക് നമ്മൾ ഇടില്ല. മനസ്സ് പോയി, ഉള്ളത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അതാണ് ഇവിടെ ഭക്തിയോഗ തു ശക്തിം ഉപരുന്തേ. ഭക്തിയോഗം വിഷയങ്ങളിലുള്ള ശക്തിയെ തടയുന്നു. ഇനി ഭക്തിരേവ അത്ര സാധ്യ എന്ന് പറയണം. അത്ര ഇവിടെ ഇൻ ദിസ് ജന്മ, ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അത്ര സാധ്യ, ഇവിടെ വാസ്തവത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്, നേടേണ്ടത്, സാധിക്കേണ്ടത് ഭക്തിരേവ, ഈ ഭക്തിയാണ് സാധിക്കേണ്ടത്. ഈ ഭക്തിയെ പ്രാപിച്ചാൽ, ഈ ഭക്തി നേടിയാൽ നിങ്ങൾക്ക് എല്ലാം നേടാം. ഭക്തിയുടെ പുറകെ എല്ലാം വരും. ഭക്തിയാണ് എന്തിനേയും കൊണ്ടുതരുന്ന എൻജിൻ. ആ എൻജിൻ നിങ്ങളുടെ കൺട്രോളിലായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം നിങ്ങളുടെ പുറകെ വരും. എല്ലാ ഭോഗങ്ങളും സുഖങ്ങളും ആനന്ദവും എല്ലാം നിങ്ങളുടെ പുറകെ ആയിരിക്കും. അപ്പോൾ വേണ്ടത് ആദ്യം ഭക്തിയെ സ്വന്തമാക്കുക. ഭക്തിരേവ അത്ര സാധ്യ. ഈ ഭക്തി എവിടുന്നാ കിട്ടുക? മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ. മഹദനുഗമലഭ്യ, ഈ ഭക്തി മഹജ്ജനങ്ങളെ അനുഗമിച്ചാൽ ലഭിക്കുന്നതാണ്. മഹാത്മാക്കളായ ജനങ്ങളെ അനുഗമിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഭക്തി. മഹദനുഗമ ലഭ്യ. മഹാത്മാക്കളുടെ പുറകെ നടക്കണം ഭക്തി ലഭിക്കണമെങ്കിൽ എന്നാണ്. ആരുടെ പുറകെ നടക്കുന്നു? അവരുടെ കയ്യിലുള്ളതല്ലേ കിട്ടുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ ആരുടെ പുറകെ നടക്കണം? പിച്ചക്കാരുടെ പുറകെ. ആരെങ്കിലും ചെയ്യോ? പിച്ചക്കാരുടെ പുറകെ ധനത്തിന് വേണ്ടി ആരും നടക്കാറില്ല. പിച്ചക്കാരുടെ പുറകെ പോയാൽ അവരുടെ ഭാണ്ഡം ചുമക്കാൻ വേണമെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലാതെ. അപ്പോൾ ധനം വേണമെങ്കിൽ ധനികന്മാരെ സേവിക്കണം, വിദ്യ വേണമെങ്കിൽ അറിവുള്ളവരെ തന്നെ സേവിക്കണം. അതുപോലെ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ അതാത് വിഷയങ്ങളിൽ സാമർഥ്യമുള്ളവരെ, കഴിവുള്ളവരെ വേണം നമ്മൾ പ്രാപിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭക്തി വേണമെങ്കിൽ ആരെ സേവിക്കണം? നല്ലോണം ഭക്തിയുള്ള സജ്ജനങ്ങളെ സേവിക്കണം. അല്ലാതെ മൂഢജനങ്ങളെ സേവിച്ചിട്ട്, ഭക്തിയില്ലാത്ത ജനങ്ങളെ സേവിച്ചിട്ട് ഭക്തി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മഹാൻ എന്ന് പറഞ്ഞത്, മഹത്തുക്കൾ എന്ന് പറഞ്ഞത്, അങ്ങനെ ഭഗവാനിൽ ഉറച്ച ഭക്തിയുള്ള, ഭഗവാനിൽ പരിപൂർണമായിട്ട് അവരുടെ ജീവിതം സറണ്ടർ ചെയ്തിരിക്കുന്ന ആളുകളെ വേണം നിങ്ങൾ അനുഗമിക്കാൻ. അവരുടെ പുറകെ നടന്നാൽ നിങ്ങൾക്കും ആ ഭക്തി പകർന്നു കിട്ടും. ഇതൊരു പകർച്ചവ്യാധിയും കൂടിയാണ്. ഇത് കൊറോണ പോലെ പകർന്നു പിടിക്കുന്ന ഒരു സാധനമാണ്. ഇവരുടെ പുറകെ നടന്നാൽ പിടിക്കും. മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ. മഹാത്മാക്കളെ അനുഗമിച്ചാൽ ലഭിക്കുന്നതായിട്ടുള്ള ഭക്തിയാണ് ഇവിടെ സമ്പാദിക്കേണ്ടത് എന്ന് ഭഗവാനെ ഗുരുവായൂരപ്പ കപിലമൂർത്തിയായിട്ടുള്ള അങ്ങ് അമ്മയായ ദേവഹൂതിക്കായിക്കൊണ്ട് നന്നായി പറഞ്ഞു കൊടുത്തില്ലേ? ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. ഒന്നാമത്തെ അധ്യായത്തിലെ സാരമായിട്ടുള്ള പോയിന്റുകൾ എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവണമെങ്കിൽ ഭാഗവതത്തിലെ ആ 25-ാം അധ്യായത്തിലെ കപിലോപദേശം പഠിച്ചിരിക്കണം. അപ്പോഴാണ് ഇത് കേൾക്കുമ്പോൾ അത് മുഴുവൻ നമ്മുടെ ഉള്ളിൽ വരും. അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ വ്യാഖ്യാനിക്കണം, പിന്നെ വിസ്തരിച്ച് വ്യാഖ്യാനിക്കണം. അത് ആ അധ്യായത്തിൽ പറഞ്ഞത് മുഴുവൻ വ്യാഖ്യാനിക്കുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു ശക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീ.
അപ്പം ഇതുപോലെയാണ് അടുത്തുള്ള ഓരോ ശ്ലോകങ്ങളും. പക്ഷേ നമ്മൾ ഓരോ ഇതിനും ആ ഭാഗവതത്തിലെ അധ്യായങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഒരു സാമ്പിൾ കാണിച്ചതാണ് 1-ാം അധ്യായം. ബാക്കിയുള്ളത് നമുക്ക് നാളെ തുടർന്നുള്ള ദിവസങ്ങളിൽ മേൽപ്പത്തൂരിൻ്റെ ശ്ലോകം വായിച്ച് ചുരുക്കി പറഞ്ഞിട്ട് പോവാം. ഞാൻ ഭാഗവതത്തിലേക്ക് പോയാൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും പിന്നെ കപിലോപദേശത്തുനിന്ന് പുറത്തേക്ക് കടക്കലുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഓടിച്ചു പോകാം. ഈ മേൽപ്പത്തൂർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഭാഗവതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് പോവാം. ഭാഗവതത്തിലേക്ക് മുങ്ങണ്ട, ഒന്ന് എത്തി നോക്കിയിട്ട് പോവാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ കാണാം. ഹരി ഓം. വൈകിട്ട് 4:30 ദേവി മാഹാത്മ്യം. നാരായണ.